السلام عليكم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. محمد رسول الله والذين معه أشداء على الكفار رحماء بينهم تراهم ركعا سجدا يبتغون فضلا من الله ورضوانا سيماهم في وجوههم من أثر السجود ذلك مثلهم في التوراة ومثلهم في الإنجيل كزرع أخرج شطأه فآزره فاستغلظ فاستوى على سوقه يعجب الزراع ليغيظ بهم الكفار. وعد الله الذين آمنوا وعملوا الصالحات منهم مغفرة وأجرا عظيما. صدق الله العلي العظيم. السلام عليكم. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. അഭിനന്ദനായ ഈ പരിപാടിയുടെ മുഖ്യ പ്രഭാഷകൻ നമ്മുടെ മുദരിസൂടിയായ ബഹുമാനായ സിദ്ദീഖ് മുസ്താഫിസ്വാനെ അതുപോലെ വേദിയിലുള്ള ബഹുമാനായ മദ്രസയുടെ പ്രസിഡന്റ് അബ്ദുൾ ഹാജി അവരുടെ ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്ന ബഹുമാനായ സയ്യിദ് ഇസ്മായിൽ ബുഖാരി അവരുടെ മദ്രസയിലെ സദർ ഉസ്താദ് മറ്റു മുഅല്ലിമീൻ സുഹൃത്തുക്കളെ ഇവിടുത്തൂടിയുള്ള അംഗങ്ങളായ സത്യവിശ്വാസികൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ മദ്രസയിൽ സംഘടിപ്പിച്ചിട്ടുള്ള അനുസ്മരണ പ്രഭാഷണ ചടങ്ങിലാണ് നമ്മളിപ്പോൾ സംബന്ധിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ മദ്രസയിൽ കാലം പറയും 900 മുതൽ ഈ പരിപാടി ഗംഭീരമായി വർഷാവർഷങ്ങൾ നടന്നുകൊണ്ടിരുന്നു. ഈ വർഷത്തെ പ്രത്യേക സാഹചര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. പൊതുപരിപാടികളുടെ പങ്കാളിത്തത്തിന് പരിമിതികളുണ്ടായി. മഹാമാരി COVID-19 ബാധിച്ചതിനാൽ ആഘോഷ പരിപാടികൾക്കെല്ലാം പൊലിമകൾ കുറഞ്ഞിട്ടുണ്ട്. എന്നിരുന്നാലും ഗാംഭീര്യം നഷ്ടപ്പെടാതെ ശ്രദ്ധ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ നമ്മുടെ മദ്രസയിൽ മറ്റു സമീപ മദ്രസകൾ നടക്കുന്നതിന് പോലെ ഭംഗിയായി നമ്മുടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനാഘോഷം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പോൾ അനുഭവിച്ചതിനുള്ള സ്വാതന്ത്ര്യം അനുഭവിച്ചുകൊണ്ട് നമ്മളെ പരിമിതികൾ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ആളുകൾ നമ്മളുമായി സഹകരിച്ചു. അതിൻ്റെ ഗാംഭീര്യം നഷ്ടപ്പെടാതെ ഈ വർഷവും അൽഹംദുലില്ലാഹ് നബിദിനാഘോഷ പരിപാടി നടത്താൻ സാധിച്ചു.
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം പറയുമ്പോൾ പ്രവാചകനുമായുള്ള നമ്മുടെ ബന്ധം നമ്മുടെ ഈമാനിന്റെ ഭാഗമാണ്. നമുക്കറിയാം, ഈമാനിന്റെ പൂർത്തീകരണത്തിൽ റസൂലുള്ളാഹിയുമായുള്ള മുഹബ്ബത്ത് ഉണ്ടെങ്കിൽ മാത്രമേ സാധ്യമാകൂ എന്നാണ്. ലാ യുമിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വലദിഹി വവാലിദിഹി വന്നാസി അജ്മഈൻ എന്ന ബുഖാരിയിൽ പറഞ്ഞ ഹദീസുകളും പരിശോധിക്കുമ്പോൾ ഒരു മുഅ്മിനായി തീരണമെങ്കിൽ അല്ലാഹുവിന്റെ റസൂലിനെ മറ്റെല്ലാറ്റിനേക്കാളും ഇഷ്ടം വെക്കുന്നവരും സ്നേഹം വെക്കുന്നവരും നമ്മളായിരിക്കണം. ആ സ്നേഹത്തിന്റെ അളവിൽ കുറവ് വന്നാൽ നമ്മൾ ഈമാനിന്റെ കുറവ് വന്നു എന്നാണ് ആ ഹദീസുകളിൽ നമ്മൾ സൂചിപ്പിക്കുന്നത്. അല്ലാഹു ഒരിക്കൽ ഈ ഹദീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന്റെ വ്യാഖ്യാനത്തിൽ പറയുന്നു, എന്നോട് അല്ലാഹു റസൂലേ, ഞാൻ എന്നെ കഴിഞ്ഞാൽ നിങ്ങളാണ് ഇഷ്ടപ്പെടുന്നത് എന്നൊരു വാചകം പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പൂർത്തിയായിരിക്കുകയാണ്. സ്വന്തത്തെക്കാളും അല്ലാഹു റസൂലിനെ സ്നേഹിക്കുന്നവരാകണം എന്നാണ് അതിന്റെ പൊരുളുണ്ടായത്. അപ്പോൾ അദ്ദേഹം തിരുത്തി പറയുന്നു. അപ്പൊ ആ സ്നേഹത്തിന്റെ ഗാംഭീര്യം വ്യക്തമുണ്ട് എന്ന് അതിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ്. പരിശുദ്ധ ഖുർആൻ പല തലങ്ങളിലായിരുന്നു പല കാര്യങ്ങളുണ്ടായി. നമ്മുടെ ഭൂമിയിലെ പല മാതാപിതാക്കൾ, അതേപോലെ തന്നെ മക്കള്, സഹോദരിമാര്, പിന്നെ ഭാര്യമാരെ, വീടുകളിൽ പല തോകയിൽ വിഷയമായിട്ട് ആയത്ത് പറയുന്നു. ومساكن ترضونها أحب إليكم من الله ورسوله وجهاد في سبيله എന്ന് പറഞ്ഞ അവിടെ എല്ലാവരെയും പറയുകയാണ്. നമ്മൾ ഇഷ്ടപ്പെടുന്നു, നമുക്ക് ഏറ്റവും അഭേദ്യമായ സ്നേഹവും ഇഷ്ടവുമുള്ള വസ്തുക്കളൊക്കെ എണ്ണി പറഞ്ഞിട്ട് നമ്മുടെ മാതാപിതാക്കള്, അതേപോലെ നമ്മുടെ മക്കള്, നമ്മുടെ സഹോദരി സഹോദരന്മാര്, നമ്മുടെ ഭാര്യമാര്, നമ്മുടെ ബിസിനസ്സുകൾ, അതേപോലെ നമ്മുടെ പുണ്യാത്മങ്ങളാണ് വീടുകൾ, ഇതൊക്കെ നമ്മൾ പ്രതിപത്തി മാനസികമായ താല്പര്യമുണ്ട്. അതിനേക്കാൾ എല്ലാം ഭൗതികമായ എന്തെല്ലാം ഉണ്ടോ അതിനേക്കാൾ എല്ലാം ഇഷ്ടപ്പെടുന്നത് അല്ലാഹു റസൂലിനെ ആകണം. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിച്ചോളൂ അല്ലാഹുവിന്റെ ആവശ്യമാണ്. അപ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കണം, നമ്മുടെ ഈമാൻ കാമിലാകുന്നതിന് വേണ്ടിയും നമ്മുടെ ജീവിത സൗഖ്യത്തിന് വേണ്ടിയും അല്ലാഹു റസൂലിനെ നമ്മളെക്കാൾ എല്ലാം ഈ പ്രവർത്തിക്കുന്ന എല്ലാത്തിനേക്കാളും ഇഷ്ടപ്പെടുക എന്നുള്ളത് അനിവാര്യമായ ഘടകമാണ്. അപ്പോഴേ നമ്മുടെ ഈമാൻ പൂർത്തിയാകുള്ളൂ. അങ്ങനെ വരുമ്പോഴേ നമ്മുടെ ഈ ജീവിതം തന്നെ സാർത്ഥപൂർണ്ണമാകുള്ളൂ എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. അതിന്റെ ഭാഗമായി വളരെ വളരെ ഗാംഭീര്യമായി ഗൗരവത്തോടുകൂടി നമ്മുടെ ഉപയോഗിച്ചുള്ള പരിപാടി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, തുടക്കത്തിൽ പിന്നെ അല്ലാഹുവിന്റെ റസൂലിനെ പേര് ഇഷ്ടപ്പെടുന്നതിന് പകരം എതിർപ്പ് കാണിച്ചാൽ പഠിച്ചിട്ടുണ്ട്. വാങ്ങുന്ന അക്ഷരത്തിൽ അത്തരം എന്ന് പറഞ്ഞ് ഇസ്ലാമിന്റെ ആവിർഭാവത്തിന് ശേഷം ഈ സന്ദേശം, ഇതിന്റെ സന്ദേശം എത്തിയപ്പോൾ പ്രചരിപ്പിക്കുന്ന കാര്യത്തിൽ ആദ്യമായി അല്ലാഹു റസൂലിനോട് തന്റെ അക്രമികളല്ല, സ്വന്തക്കാരെ വിളിച്ച് ആദ്യം പറയുന്നതാണ് അല്ലാഹുവിന്റെ കൽപ്പനകൾ. റസൂലുള്ളാഹിന്റെ ഈ സന്ദേശം മലയുടെ മുകളിൽ കയറി ചരിത്രമില്ലാവുന്നതാണ്. അതാണ് റസൂലിന്റെ വീടിന്റെ കിഴക്ക് ഭാഗത്തായിട്ട് കാണുന്ന വലിയൊരു മല, തൊട്ടപ്പുറത്ത് തെക്ക് ഭാഗത്തായിട്ട് അമ്പടിയാണ് വീട്. ഇതൊക്കെ മുഖത്തും മഞ്ഞുനൊപ്പാളുകൾ കാണാവുന്നതാണ്. ഇപ്പൊ ആ മല കുറെ ഇടിച്ചു പിടിച്ച് തകർത്തി നിന്നാലും മലപ്പുറമുണ്ട്. ആ മലയുടെ മുകളിൽ കയറി അവിടെ നിന്നും ഈ സന്ദേശം കൊടുക്കുന്നതിന് മുമ്പേ അല്ലാഹു റസൂൽ സ്വയം പരിചയപ്പെടുത്തി, ഞാൻ നിങ്ങളോട് അനിഷ്ടകരമായിട്ടോ അല്ലെങ്കിൽ ഇഷ്ടപ്പെടാത്തോ അല്ലെങ്കിൽ സത്യമല്ലാത്ത കാര്യം പറയുമ്പോൾ എല്ലാവരും സ്വന്തം ഒന്നുമില്ല. എന്നാൽ ഞാൻ പറയുന്നത് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്, ഞാൻ അല്ലാഹു ദൂതനാണെന്ന്, ആരാധനക്കാരൻ അല്ലാഹു മാത്രമാണെന്നുള്ള ആഗ്രഹം പറഞ്ഞപ്പോൾ അവിടെ എല്ലാവരും റസൂലുള്ളാഹിനെ തള്ളി പറയാൻ പറയും. കൂടുതൽ റസൂലുള്ളാഹിന്റെ പിന്നെ പിതൃകനായിരുന്ന അബൂലഹബ് അധിക്ഷേപിച്ചു, എല്ലാവരും ക്ഷണിച്ചു. റബ്ബലകയാ മുഹമ്മദ് എവിടെയാണ് ഞങ്ങളെ വിളിച്ചെടുത്തിയത് എന്ന് പറഞ്ഞിട്ട് നിനക്ക് നാശം ഉണ്ടാവട്ടെ എന്ന് അബൂലഹബ് പറഞ്ഞു എന്നാണ്. അതുകൂടെ വളരെ നിരാശനായി പ്രയാസങ്ങൾ ഏറ്റവും റസൂലുള്ളാഹി പോകുന്നു.
അബൂലഹബിന്റെ ഈ പ്രവൃത്തി എന്ന് പറയുന്നത് കണ്ടല്ലേ രക്ഷിച്ചത് മാത്രമല്ല പരസ്യമായിട്ട് അള്ളാഹു റസൂലിനെ അബൂലഹബ് നിശ്ചയിച്ചു. അതിന് പകരമായി റസൂലുള്ളാഹിന്റെ സങ്കടം തീർക്കാൻ സൂറത്തിറങ്ങി. നശിച്ചിരിക്കുന്നു എന്റെ കയ്യിലെ ഭാര്യയും എല്ലാം സാധനവും നശിച്ചിരിക്കുന്നു പരസ്യമായി നിശ്ചയിച്ചു പറഞ്ഞു. അപ്പൊ അള്ളാഹു റസൂലിനെ വേദനിപ്പിച്ചുകൊണ്ട് അള്ളാഹു റസൂലിനെ പ്രയാസപ്പെടുത്തി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടാണ്. ഈ സംഭവത്തിന് ശേഷം 10 കൊല്ലക്കാലം അബൂലഹബ് ജീവിച്ചു വന്നവൻ. എന്നിട്ട് ആ 10 കൊല്ലക്കാലം ഒന്നും സംഭവിച്ചില്ല. അപ്പൊ ആളുകൾ പരിഹസിക്കാൻ തുടങ്ങിയതാണ്. ശിക്ഷകളും ഒന്നുണ്ടായിരിക്കും 10 കൊല്ലമായിരുന്നു. ആ പ്രസ്ഥാനത്തെ പനി പിടിക്കണം. ചരിത്രം അങ്ങനെയാണ്. പനി പിടിച്ചു, ശരീരമാക്കി നന്നായി, പിന്നെ പുറത്തൊലിച്ചു, അളവെടുക്കാൻ വയ്യാത്തതായി അന്തരീക്ഷയിലെ മുകളിൽ കൊണ്ടുപോയി വലിച്ചിട്ടില്ല. പിന്നെ കാട്ടുമുകളിൽ കൊണ്ടുപോയോ അല്ല പറവകൾ കൊണ്ടുപോയൊന്നും ചരിത്രം അറിയില്ല. അങ്ങനെ ഇവിടെ ജീവിക്കുന്ന സമയത്ത് തന്നെ അതിന്റെ നീളമൊക്കെ വെച്ച് ശിക്ഷ അനുഭവിക്കാൻ അബൂലഹബ് ബാധ്യസ്ഥനായി മനസ്സിലാക്കണം. അപ്പൊ അള്ളാഹു റസൂലിനോട് എവിടെ വെച്ചാൽ അതിന്റെ പ്രതികളെ നാളെ പരലോകത്തും ഇവിടെയും കിട്ടാനില്ല. അള്ളാഹു റസൂലിനോട് എതിർപ്പ് പ്രകടിപ്പിച്ചാൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും ഇവിടെ നിന്നുണ്ടാകും. നാളെ പരലോകം നിർബന്ധമായി ഉണ്ടാകാൻ സംശയമില്ലാത്തതാണ്. അപ്പോൾ എന്താണ് നമ്മുടെ ജീവിതത്തിൽ നമ്മളെക്കാളെല്ലാം സ്നേഹിക്കേണ്ടതും ഇഷ്ടപ്പെടേണ്ടതുമായ മഹാകൃത്യമാണ് എന്നുള്ളത് മനസ്സിലാക്കിയിട്ടുണ്ട്. ഞാനത് പറയുന്നില്ല. നമ്മൾ മനസ്സിലൊത്തിരിക്കുന്ന ഈ പരിപാടിയുടെ മുഖ്യ പ്രഭാഷണം നടത്തുന്നത് ഗോവിന്ദനാഥന്റെ പുസ്തകങ്ങളാണ്. അദ്ദേഹം നമ്മുടെ ഇലക്ഷൻ സ്വീകരിച്ച് എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ നിങ്ങളെല്ലാവർക്കും വേണ്ടി ഞാൻ അതിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പരിപാടിയുടെ അധ്യക്ഷ പദവി അലങ്കരിക്കുന്നത് ഗോവിന്ദനാഥന്റെ മദ്രസയുടെ പ്രസിഡന്റ് അബ്ദുൽ വലിയ അവരാണ്. അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ പരിപാടിയിൽ ഉദ്ഘാടന ഭാഷണം നിർവഹിക്കുന്നത് നമ്മുടെ മദ്രസയിലെ കൂടിയായ സയ്യിദ് ഇസ്മായിൽ ബുഖാരി തങ്ങളാണ്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. പിന്നീട് ഈ പരിപാടിക്ക് നന്ദി പറയുന്നത് ബഹുമാനായ നമ്മുടെ മദ്രസയുടെ സെക്രട്ടറി കൂടിയായ ഫൈസലാണ്. ഇതിന്റെ ആമുഖ ഭാഷണം നടത്തുന്നത് ബഹുമാനായ ഉസ്താദ് അദ്ദേഹം ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം പറയാനുള്ള കാര്യം പരിപാടി ഒരുപാട് നടത്താൻ ഒരുപാട് ആളുകൾ സഹായിച്ചു. ഈ ആളുകൾ നമ്മുടെ മദ്രസയുടെ പരിസരത്തിന് അപ്പുറം ആളുകളും ഈ പ്രാവശ്യം നമ്മളെ കൂടുതലായി സഹായിച്ചു. അരിയായും മാംസമായും അതേപോലെ സാമ്പത്തികമായ സംഖ്യകളായും വലിയ സംഖ്യകളായിട്ട് നമ്മളെ സഹായിക്കും. നമ്മുടെ മദ്രസയുടെ പരിധിക്ക് അപ്പുറത്തും നല്ല പ്രോത്സാഹനങ്ങൾ ഉണ്ടായിരുന്നു. അവർക്കെല്ലാം വേണ്ടി അവസാനമായി പരിപാടി അവസാനം പോയുണ്ടാവും. അതോടൊപ്പം അവർക്കെല്ലാം ദിവസത്തിന്റെ പ്രാധാന്യം കൂടി കണക്കിലെടുത്തുകൊണ്ട് മാത്രമായി മാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ വേണ്ടി ശാരീരികമായ പോരാട്ടങ്ങൾ ഈ സാമ്പത്തിക സഹായവും മറ്റു സഹായം ഉണ്ടാകുന്നതിനപ്പുറം ശാരീരികമായ ഒരുപാട് യുവാക്കൾ, നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥികൾ, അതേപോലെ നാട്ടുകാരെ ഒരുപാട് ആളുകൾക്കൊക്കെ സഹായ സഹകരണങ്ങൾ ഉണ്ടായിട്ട് അവർക്കൊക്കെ മാറാകട്ടെ. അവർക്കെല്ലാം വേണ്ടി ഉള്ള സ്ഥാപനങ്ങളിൽ പ്രാർത്ഥന ഉണ്ടാവും. അതിന് അവരെല്ലാം പിന്നെ വേദിയിലുള്ളവരെയും അതിന് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ ഈ ഉച്ചവാക്കുകൾ അവസാനിപ്പിക്കുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, സഹോദര സഹോദരന്മാരെ, എല്ലാ വർഷത്തെയും പോലെ നമുക്ക് ഈ വർഷവും മൗലിദ് യോഗം പുതിയ രൂപത്തിലാണെങ്കിലും നടത്താൻ കഴിഞ്ഞു. അൽഹംദുലില്ലാ. ഇതിനു വേണ്ടി സഹായിച്ചവരും സഹകരിച്ചവരും ധാരാളമുണ്ട്. എല്ലാവർക്കും അല്ലാഹു ഖൈറും ബർക്കത്തും ചെയ്യട്ടെ. ആമീൻ. ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. ഉദ്ഘാടനത്തിന് വേണ്ടി ബഹുമാനപ്പെട്ട താങ്കളെ ക്ഷണിച്ചു കൊടുക്കും. السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه
ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل بفضل الله وبرحمته فبذلك فليفرحوا هو خير مما يجمعون. صدق الله العلي العظيم. ഏറ്റവും ബഹുമാനപ്പെട്ട ഈ വേദിയുടെ അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്ന ഈ സ്ഥാപനത്തിൻ്റെ പ്രസിഡന്റ് കൂടിയായ ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ഹാജി അവകൾ, ഈ സ്ഥാപനത്തിൻ്റെ സദർ മുഅല്ലിം ബഹുമാനപ്പെട്ട മുഹമ്മദ് മുസ്ലിയാർ, മറ്റു ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ഉസ്താദ്, ബാബുട്ടി ഉസ്താദ്, ഹുസൈൻ ഉസ്താദ്, ഈ വേദിയിൽ മുഖ്യപ്രഭാഷണം നടത്തുന്ന നമ്മുടെ മഹല്ലത്തിൻ്റെ ഖതീബ് കൂടിയായ ബഹുമാനപ്പെട്ട ഉസ്താദ് സിദ്ദീഖ് മിസ്ബാഹി, മറ്റു കമ്മിറ്റി ഭാരവാഹികൾ, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ കർമ്മങ്ങളും സ്വീകരിക്കട്ടെ. നാം ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് പോലെ അവൻ്റെ ജന്നാത്തുൽ നഈമിൽ നാം ഏവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സഹോദര സഹോദരിമാർ, പ്രത്യേകിച്ച് നമ്മുടെ മക്ബറകളിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ, അല്ലാഹു അവർക്ക് മഗ്ഫിറത്തും മർഹമത്തും കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. ജീവിച്ചിരിക്കുന്ന നമ്മുടെ മാതാപിതാക്കൾക്ക് അല്ലാഹു സിഹത്തും ആയുരാരോഗ്യവും പ്രദാനം ചെയ്യട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ, റബീഉൽ അവ്വൽ മാസത്തിലാണ് നാം ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഇന്ന് ലോകത്ത് എവിടെയും പല രംഗത്തും മത്സരം നടക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. മത്സരത്തിൽ വിജയം നേടി ഉന്നത സ്ഥാനം കരസ്ഥമാക്കാൻ പലരും വെമ്പൽ കൊള്ളുന്നു. കേവലം ഈ മത്സരങ്ങൾ അധികവും ഭൗതികതയിൽ മാത്രം ഒതുങ്ങിക്കൂടുന്നു. യഥാർത്ഥത്തിൽ മുസ്ലിങ്ങളായ നാം മത്സരിക്കേണ്ടത് ഏത് വിഷയത്തിലാണ് എന്ന് അയിമ്മത്തുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മഹബ്ബത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മൻസിലത്തുല്ലതി യതസാബഖുൽ മുസ്ലിമൂന ഇലൈഹാ. മുസ്ലിമീങ്ങൾ മത്സരിക്കേണ്ടത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള പ്രേമം എന്ന വിഷയത്തിലാണ്. മുൻകാല മഹത്തുക്കൾ ഈ വിഷയത്തിൽ കഠിന പ്രയത്നിച്ച് ഇഷ്കിലൂടെ, പ്രേമത്തിലൂടെ ഹബീബനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ഇഷ്ക് മൂലം അവർ അതിൽ കഠിനാധ്വാനം ചെയ്തവരാണ്. ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു തന്റെ സ്വഹീഹിൽ ഒരു ബാബ് തന്നെ നബിയോടുള്ള സ്നേഹം എന്ന വിഷയത്തിൽ രചിച്ചിട്ടുണ്ട്. ബാബു ഹബ്ബുർ റസൂൽ മിനൽ ഈമാൻ. പ്രവാചക സ്നേഹം ഈമാനിൽ പെട്ടതാണ്. സ്നേഹത്തിന്റെ അതിരി എത്രയാണ് എന്നതിന് നബി തങ്ങളുടെ ഹദീസിൽ നമുക്ക് കാണാവുന്നതാണ്. لا يؤمن أحدكم حتى أكون أحب إليه من والده وولده والناس أجمعين.
തൻ്റെ മാതാപിതാക്കൾ, സന്താനങ്ങളെക്കാൾ മറ്റു സർവ്വരേക്കാളും നബിയോടുള്ള സ്നേഹം നമ്മുടെ ഹൃദയാന്തരങ്ങളിൽ ഇല്ലെങ്കിൽ നമ്മൾ പരിപൂർണ്ണ മുഅ്മിനല്ല. ഈമാൻ കാര്യങ്ങളിൽ പെട്ടതാണ് ഹബീബനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സ്നേഹം എന്നതിൽ നമ്മുടെ ഹൃദയാന്തരങ്ങളിൽ, നമ്മുടെ മനസ്സാന്തരങ്ങളിൽ നബിയോടുള്ള സ്നേഹമില്ല എങ്കിൽ നമ്മൾ ആരല്ല? മുഅ്മിനല്ല. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ എല്ലാ സമയങ്ങളിലും ഹബീബനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സ്നേഹം നമുക്കുണ്ടാവേണ്ടത് അത്യാവശ്യമാണ്, നിർബന്ധമാണ്. മാത്രവുമല്ല, നബിയോടുള്ള സ്നേഹം പല രൂപത്തിൽ നമുക്ക് വർണ്ണിക്കാവുന്നതാണ്. പദ്യമായിട്ടും ഗദ്യമായിട്ടും അത് അവതരിപ്പിക്കാവുന്നതാണ്. പക്ഷേ ഇന്നത്തെ സമൂഹത്തിൽ അവയെല്ലാം അനാചാരം, അനിസ്ലാമികം എന്ന തലത്തിലേക്കാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. ഹബീബനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൗലിദ്, ആദ്യത്തെ മൗലിദ് ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മുഖേന, അല്ലാഹു മുഖേന ഇറക്കി കൊടുത്ത വിശുദ്ധ ഖുർആനാണ്. വിശുദ്ധ ഖുർആനിൽ ധാരാളം സ്ഥലങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹത്വം തന്നെ പറയുന്നുണ്ട്. അത് തന്നെയാണ് നബി തങ്ങളുടെ മൗലിദ്. എത്ര സ്ഥലങ്ങളിലാണ് വിശുദ്ധ ഖുർആനിൽ ഹബീബനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. നേരത്തെ നാം ഓതിയ ആയത്ത് സൂറത്ത് യൂനിസിലെ 58-ാമത്തെ വചനം, ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫലിദാലിക ഫലിയഫ്റഹൂ. നമുക്ക് ലഭിച്ചിട്ടുള്ള അനുഗ്രഹങ്ങൾ, കാരുണ്യങ്ങളെ കൊണ്ട് അവർ സന്തോഷിച്ചു കൊള്ളട്ടെ. ആ റഹ്മത്ത് ആരാണ്? മുഫസ്സിറുകൾ വിശദീകരിച്ചു, അത് ഹബീബനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. സൂറത്തുൽ മുജാദലയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിപാദിക്കുന്നു, വമാ അർസൽനാക ഇല്ലാ റഹ്മതൻ ലിൽ ആലമീൻ. സൂറത്ത് സബയിൽ അല്ലാഹു വിശദീകരിക്കുന്നു, വമാ അർസൽനാക ഇല്ലാ കാഫത്തൻ ലിന്നാസി വബശീറൻ വനദീറ. പല സ്ഥലങ്ങളിലായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. ഇപ്പൊ മനുഷ്യ സമൂഹത്തിന് മുഴുവൻ കാഫത്തൻ ലിന്നാസ്, എല്ലാ സർവ്വജനങ്ങൾക്കും ഹബീബനായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേതാവാണ്. അത് തന്നെയാണ് മൗലൂദിൽ, നമ്മുടെ സാധാരണ ഓതുന്ന മൗലൂദുകളിലും കാണാവുന്നത്. സുബ്ഹാനല്ലദീ അത്ലഅ ഫീ ശഹ്രി റബീഇൽ അവ്വൽ ഖമറ നബിയ്യുൽ ഹുദാ വഅവ്ജദ നൂറഹു ഖബ്ല ഖൽഖിൽ ആലമി വസമ്മാഹു മുഹമ്മദാ. അതിൻ്റെ അർത്ഥതലങ്ങളിലേക്ക് നാം നോക്കിയാൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വർണ്ണനകളാണ്, അവിടുത്തെ വിശേഷങ്ങളാണ്, സിഫത്തുകളാണ് പ്രതിപാദിക്കുന്നത്. പക്ഷേ ഇന്നത്തെ സമൂഹം ഹബീബനായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സ്നേഹം അത് മനസ്സിലുണ്ടായാൽ മതി, അത് പരസ്യമാക്കേണ്ടതില്ല എന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് നാം പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായ ഒരു ഘടകം, അത് പരസ്യമായാലും രഹസ്യമായാലും അത് പ്രകടമാക്കേണ്ടത് നമുക്ക് നിർബന്ധമാണ്. മങ്കൂസ് മൗലിദിൽ ആദ്യത്തെ വരി തന്നെ സുബ്ഹാനല്ലദീ അത്ലഅ ഫീ ശഹ്രി റബീഇൽ അവ്വൽ ഖമറ നബിയ്യുൽ ഹുദാ വഅവ്ജദ നൂറഹു ഖബ്ല ഖൽഖിൽ ആലമി വസമ്മാഹു മുഹമ്മദാ. സന്മാർഗത്തിന് നബിയാകുന്ന പൂർണ്ണ ചന്ദ്രനെ റബീഉൽ അവ്വൽ മാസത്തിൽ ഉദിപ്പിച്ച പരിശുദ്ധനായ അല്ലാഹു, അല്ലാഹുവിനെ കുറിച്ച് നമുക്ക് വാഴ്ത്തി പറയാം. സർവ്വലോകരെയും സൃഷ്ടിക്കുന്നതിന് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രകാശത്തെ അല്ലാഹു രൂപകൽപ്പന ചെയ്തു, അതിന് മുഹമ്മദ് എന്ന് പേരിട്ടു. അപ്പം മൗലൂദ് ഹദീസിൽ പറയുന്നത് ഇതിന് തെളിവോ ഖുർആനിൽ നിന്ന് തന്നെ. നേരത്തെ നാം ആയത്തുകൾ വിശദീകരിച്ചു. ഈ 10 രൂപത്തിൽ തന്നെ പറയുന്നതും അങ്ങനെ തന്നെ. ഉലിദൽ ഹബീബു സയ്യിദുൽ മുതഅബ്ബിദു വന്നൂറു മിൻ വജനതിഹി യതവക്കദു. വളരെ അർത്ഥവത്തായ പദ്യമാണ് ഹബീബനായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വർണ്ണിച്ചുകൊണ്ട് പാടിയത്.
അത് മലയാളത്തിലായാലും അറബിയിലായാലും ഏത് ഭാഷയിലും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് നമുക്ക് പാടേണ്ടതുണ്ട്. ഗദ്യമായിട്ടും പദ്യമായിട്ടും ഒക്കെ അവതരിപ്പിക്കേണ്ടതുണ്ട്. സ്നേഹാറസൂലിനേതാവ് വന്നു പിറന്നിതാ, മുഖകമലമോ പ്രഭയാലതും തിളങ്ങുന്നതാ. നേരത്തെ പാടിയ ആ ബൈത്തിന്റെ സാരം അങ്ങനെ വർണ്ണനയായിട്ട്, പദ്യമായിട്ട്, ഗദ്യമായിട്ട് ഖുർആനിന്റെ തെളിവോടുകൂടി ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് നമുക്ക് പറയൽ നിർബന്ധമാണ്. ആ പറഞ്ഞാലുള്ള ഗുണങ്ങളോ വളരെ ധാരാളം ഗുണങ്ങളുണ്ട്. എത്ര പ്രയാസങ്ങളിൽ നിന്ന്, പ്രതിസന്ധികളിൽ നിന്ന് നമുക്ക് രക്ഷ നേടാൻ സാധിക്കും. നമ്മുടെ സന്താനങ്ങളും സമ്പത്തും സർവ്വജനങ്ങളും ആരും ഇല്ലാത്ത സമയത്ത് ഖിയാമത്ത് നാളിൽ നമുക്ക് സഹായിക്കാൻ ഹബീബായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാത്രമേ ഉള്ളൂ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് നമ്മൾ അവധാനം പാടിയാൽ മാത്രം നമുക്ക് ഹബീബായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രക്ഷകനായി, ശുപാർശകനായി വരും. ഇന്ന ഔലന്നാസി ബി യൗമൽ ഖിയാമത്തി അക്തറുഹും അലയ്യ സ്വലാത്തൻ. ഖിയാമത്ത് നാളിൽ എന്നിലേക്ക് ഏറ്റവും ബന്ധപ്പെട്ടവർ എൻ്റെ മേൽ സ്വലാത്തിനെ അധികരിപ്പിക്കുന്നവരാണ്. സ്വലാത്ത് പലതരത്തിലുണ്ട്. ഗുണം, അല്ലാഹുവിൻ്റെ റഹ്മത്ത്, ഐശ്വര്യം നമ്മളിലേക്ക് വർഷിപ്പിക്കാൻ ഏറ്റവും നല്ലത് തങ്ങളുടെ വർണ്ണനകൾ പാടിപ്പറയലാണ്. സ്വലാത്തിന്റെ പോരിശകളും ഗുണങ്ങളും ധാരാളം ഹദീസുകൾ ഇമാമികൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ഒരു സ്വലാത്ത് ചൊല്ലിയാൽ തന്നെ നമുക്ക് എത്രത്തോളം ഗുണങ്ങളാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ളത്. മാത്രമല്ല, പ്രയാസഘട്ടങ്ങളിൽ, പ്രതിസന്ധികളിൽ നമുക്ക് മോചനം നേടാൻ സ്വലാത്തിലൂടെ മാത്രമേ സാധിക്കുള്ളൂ. من صلى عليك من أمتك صلاة كتب الله له بها 10 حسنات ومحى عنه 10 سيئات ورفع له 10 درجات ورد الله عليه مثلها. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആരെങ്കിലും എൻ്റെ ഉമ്മത്തിൽ നിന്ന് ഒരു സ്വലാത്ത് നബി തങ്ങളുടെ മേൽ ചൊല്ലിയാൽ കതബല്ലാഹു ലഹു ബിഹാ 10 ഹസനാത്ത്, 10 ഹസനത്തുകൾ അല്ലാഹു അവന്റെ മേൽ രേഖപ്പെടുത്തി വെക്കുന്നതാണ്. വമഹ അൻഹു 10 സയ്യിആത്ത്, 10 തിന്മകൾ അല്ലാഹു മായ്ച്ചു കളയുന്നതാണ്. വറഫഅ ലഹു 10 ദറജാത്ത്, 10 പദവികൾ അല്ലാഹു ഉയർത്തി കൊടുക്കുന്നതാണ്. വറദല്ലാഹു അലൈഹി മിസ്ലഹാ, അതുപോലത്തത് അവരിൽ നിന്ന് അല്ലാഹു നീക്കിക്കളയുന്നതാണ്. ഒരു സ്വലാത്തിലൂടെയുള്ള ഗുണങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചത്. മാത്രവുമല്ല, ഇന്ന് നമ്മൾ അകപ്പെട്ടിരിക്കുന്നത് വളരെ പ്രയാസത്തിലും പ്രതിസന്ധിയിലും ബുദ്ധിമുട്ടിലുമാണ്. അതിനും പരിഹാരമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർദ്ദേശിച്ചത് സ്വലാത്ത് തന്നെയാണ്. സ്വഹാബിയായ ഇബ്നു ഉബയ്യ്, കഅബ് ഇബ്നു ഉബയ്യ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിനോട് അടുത്ത് വന്നിട്ട് പറയാണ്, യാ റസൂലല്ലാഹ് ഇന്നി ഉക്സിറു സ്വലാത്ത, ഹബീബായ റസൂലേ, അങ്ങയുടെ മേൽ ധാരാളം സ്വലാത്തിനെ അധികരിപ്പിക്കുന്നവരാണ്. ഫകം അജ്അലു ലക സ്വലാത്തി, ഞാൻ എത്രയാണ് അങ്ങയുടെ മേൽ സ്വലാത്ത് ചൊല്ലേണ്ടത്? ഹബീബായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മാ ശിഅത, നീ ഉദ്ദേശിക്കുന്ന അത്ര നീ സ്വലാത്ത് ചൊല്ലിക്കോ. അപ്പോൾ അവിടെ നിന്ന് പറഞ്ഞു, അർറുബു, 4 ഭാഗം അങ്ങയുടെ മേൽ സ്വലാത്ത് ചൊല്ലട്ടെയോ? അപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവോട് പറഞ്ഞു, വഇൻ സിദ്ത ഫഹുവ ഖൈറുൽ ലക, നീ അധികരിപ്പിച്ചാൽ അത് നിനക്ക് ഖൈറാണ്. അപ്പോൾ മഹാനവറുകൾ പറഞ്ഞു, അസ്സുലുസൈൻ, 2 ഭാഗം അങ്ങയുടെ മേൽ സ്വലാത്ത് ചൊല്ലട്ടെയോ? അപ്പോൾ അവിടെ നിന്ന് മറുപടി ഇതേ പല്ലവിയാണ് ആവർത്തിച്ചത്. അവസാനം മഹാനവറുകൾ പറഞ്ഞു, അജ്അലു സ്വലാത്തി കുല്ലഹാ,
ഞാൻ എൻ്റെ മുഴുവൻ സമയവും അങ്ങേക്ക് സ്വലാത്തിനെ സമർപ്പിക്കട്ടെയോ? അപ്പം അവിടുത്തെ മറുപടിയാണ് നാം ശ്രദ്ധിക്കേണ്ടത്. ഏറ്റവും അർത്ഥവത്തായ മറുപടി. ഇന്ന് നമ്മൾ പ്രയാസം അനുഭവിക്കുന്നതിന്, ദുഃഖം അനുഭവിക്കുന്നതിന്, മനോക്ലേശത്തിൽ നിന്ന് രക്ഷയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഇദൻ തുഖഫാ ഹമ്മുക വയുഗ്ഫർ ലക ദംബുക, നിന്റെ ദോഷങ്ങൾ പൊറുക്കപ്പെടുകയും മനോവിഷമങ്ങൾ ഇല്ലാതാവുകയും ചെയ്യും. ഇപ്പൊ സ്വലാത്ത് അധികരിപ്പിച്ചാൽ നമ്മുടെ മനോദുഃഖങ്ങളും വിഷമങ്ങളും പ്രയാസങ്ങളും എല്ലാം ഇല്ലാതെയാവും. അപ്പൊ അതിനുള്ളൊരു പ്രതിവിധിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറഞ്ഞു, സ്വലാത്തിനെ അധികരിപ്പിക്കുക. നേരത്തെ ഞാൻ ഖുർആന്റെ ആയത്ത് വിശദീകരിച്ചു, ഹദീസിലൂടെയും പറഞ്ഞു. അതിന് തങ്ങളുടെ അവദാനങ്ങൾ പാടിയും പറഞ്ഞും ഗദ്യമായും പദ്യമായും എങ്ങനെയും അവതരിപ്പിക്കാം. അവതരിപ്പിക്കൽ നമ്മുടെ മേൽ നിർബന്ധമാണ്. മാത്രവുമല്ല, അവസാന കാലഘട്ടത്തിൽ നമ്മുടെ മക്കള്, സന്താനങ്ങൾ, സമ്പത്ത് വരെ നമുക്ക് രക്ഷയില്ലാത്തൊരവസ്ഥ വരും. ആ അവസ്ഥയിൽ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള പ്രേമമാണ് നമുക്ക് രക്ഷയായിട്ട് വരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് കേട്ടിട്ട് സ്വലാത്ത് ചൊല്ലാത്തവന്റെ മുഖം മണ്ണിൽ കുത്തി നശിക്കട്ടെ. വേറൊരു ഹദീസിൽ അവൻ പിശുക്കനാണെന്നാണ് പറഞ്ഞത്. അൽ ബഖീലു ദുഖിർതു ഇൻദഹു ഫലം യുസല്ലി അലയ്യ, എൻ്റെ പേര് കേട്ടിട്ട് സ്വലാത്ത് ചൊല്ലാത്തവൻ അവൻ എന്നിൽപ്പെട്ടവനല്ല. റഗിബ അൻഫു റജുലിൻ ദുഖിർതു ഇൻദഹു ഫലം യുസല്ലി അലയ്യ, എൻ്റെ പേര് കേട്ടിട്ട് സ്വലാത്ത് ചൊല്ലാത്തവൻ്റെ മുഖം, ആ പുരുഷന്റെ മുഖം മണ്ണിൽ കുത്തി നശിക്കട്ടെ. പത്രത്തോളം മഹത്വവും അത് ചൊല്ലാതിരുന്നാലുള്ള പ്രയാസങ്ങളും ഹബീബായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 40-ാമത്തെ വയസ്സിൽ നുബുവത്ത് കിട്ടി, പ്രവാചകത്വം അല്ലാഹു പ്രഖ്യാപിക്കുകയാണ്. 40-ാമത്തെ വയസ്സിൽ സർവ്വജനങ്ങളെക്കാൾ സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നബിയാണ്, പ്രവാചകനാണ്. പക്ഷെ അതിൻ്റെ വയസ്സ് 40-ാമത്തെ വയസ്സിലെ പ്രവാചകത്വം കൊടുത്ത സമയത്ത് ഖുർആന്റെ വചനം ഇറങ്ങി, നബിയെ നിങ്ങൾ ഇങ്ങനെ ആയ പോരാ, സമൂഹത്തിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കണം, നിങ്ങളുടെ അടുത്ത കുടുംബക്കാർക്ക് ഈ പ്രഖ്യാപനം നടത്തണം, ഇസ്ലാം ദീനിനെ വളർത്തണമെന്ന പ്രഖ്യാപനം ഉണ്ടായപ്പോൾ സഫാ മർവയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ കുടുംബക്കാരെല്ലാം ഒരുമിച്ച് കൂട്ടി. അബ്ദുൽ മുത്തലിബിന്റെ മക്കളെയും അബ്ദു മനാഫിന്റെ മക്കളെയും എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദീനിന്റെ പ്രബോധനം തുടങ്ങി. പക്ഷേ അപ്പോഴും നബിയെ കളവാക്കി. അഹങ്കാരത്തിന്റെ ധിക്കാരത്തിന്റെ കളവോടുകൂടി അബൂ ലഹബ് അവിടെ വന്നിറങ്ങി. അപ്പോഴാണ് സൂറത്ത് മസദ് ഇറങ്ങിയത്. തബ്ബത് യദാ അബീ ലഹബ്, അബൂ ലഹബിന്റെ ഇരു കരങ്ങളും നശിക്കട്ടെ, തബ്ബ്, അത് നശിച്ചിരിക്കുന്നു. ആ സൂറത്ത് തന്നെ ഇറങ്ങി. പക്ഷെ അവിടെ ചിന്തിക്കേണ്ടത്, അദ്ദേഹം പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാഗ്ദാനം ലംഘിച്ചു. നിനക്ക് നാശം, നീ ഇതിനു വേണ്ടിയിട്ടാണോ ഞങ്ങളെ ഇവിടെ ക്ഷണിച്ചു വരുത്തിയത്? അപ്പോഴാണ് നേരത്തെ പറഞ്ഞ വചനം ഇറങ്ങിയത്, തബ്ബത് യദാ അബീ ലഹബ്. ശേഷമുള്ള ആയത്തിൽ അദ്ദേഹം പറഞ്ഞു, എൻ്റെ സമ്പത്ത് എനിക്ക് മോചനായിട്ട് വരും, രക്ഷകനായിട്ട് വരും, എൻ്റെ സന്താനങ്ങൾ വരും. അപ്പോൾ അടുത്ത ആയത്ത് അല്ലാഹു ഇറങ്ങി, മാ അഗ്നാ അൻഹു മാലുഹു വമാ കസബ്, സമ്പത്തോ സന്താനങ്ങളോ ഐശ്വര്യമാവൂല. തീജ്വാലകളുള്ള നരകത്തിൽ പ്രവേശിക്കുക തന്നെ ചെയ്യും. വിറക് വെട്ടുകാരിയായി എൻ്റെ ഭാര്യയും നരകത്തിൽ പ്രവേശിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിൽ അബൂ ലഹബിനെ കുറിച്ചും അവൻ്റെ ഭാര്യയെ കുറിച്ചും നരകത്തിലാണെന്ന് പ്രഖ്യാപിച്ചു. ഇത് തങ്ങളോടുള്ള ധിക്കാരമാണ്. അപ്പൊ ഞാൻ മനസ്സിലാക്കേണ്ടത്, ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള പ്രേമം, ഇഷ്ക്, സ്നേഹം നമ്മൾ എപ്പോഴും ജീവിതത്തിൽ ഉടനീളം പ്രവർത്തിക്കണം. അത് മനസ്സിലുണ്ടാവണം, പ്രകടിപ്പിക്കുകയും വേണം. അല്ലാഹു സുബ്ഹാനഹു വ തആല
അവിടുത്തെ ഹളറത്ത് സന്ദർശിക്കാനും ജീവിതത്തിലുടനീളം സ്നേഹം പ്രകടിപ്പിക്കാൻ നമുക്ക് ഏവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ എല്ലാ കർമ്മങ്ങളും അല്ലാഹു സ്വീകരിക്കട്ടെ. പ്രയാസങ്ങളിൽ നിന്ന്, പ്രതിസന്ധികളിൽ നിന്ന് അല്ലാഹു നമുക്ക് മോചനം ലഭിക്കട്ടെ. ഇന്ന് നമ്മൾ അകപ്പെട്ടിരിക്കുന്ന ഈ വൈറസിൽ നിന്ന് ഈ മാസത്തിൻ്റെ ബർക്കത്ത് കൊണ്ട്, നബി തങ്ങളോടുള്ള മഹത്വം കൊണ്ട്, ഫദ്ല് കൊണ്ട് നമുക്കൊക്കെ മോചനം ലഭിക്കട്ടെ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഉദ്ഘാടന പ്രഭാഷണം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ ഫതഹ്നാ ലക ഫതഹൻ മുബീന എന്ന പുണ്യവചനം ഉച്ചരിച്ച് ഈ സദസ്സ് ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. اللهم صل وسلم وبارك على رسولك سيدنا مولانا وشفيعنا وحبيبنا محمد. اللهم صل على جميع الأنبياء والمرسلين والحمد لله رب العالمين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لقد من الله على المؤمنين إذ بعث بهم رسولا يتلو عليهم آياته ويزكيهم ويعلمهم الكتاب والحكمة وإن كانوا من قبل لفي ضلال مبين. صدق الله العلي العظيم. وقال النبي صلى الله عليه وسلم إنما بعثت معلما. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي قلت حيلتي أدركني يا رسول الله. ഏറ്റവും പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, സഹോദര സഹോദരിമാർ, നമ്മുടെ മിസ്ബാഹുൽ മദ്രസ കമ്മിറ്റി സംഘടിപ്പിച്ച അതിമഹത്തായ നബിദിന പ്രോഗ്രാമിലാണ് നമ്മൾ നിലകൊള്ളുന്നത്. ഇതിൻ്റെ പിന്നിൽ കുറേ ചെറുപ്പക്കാരായ യുവാക്കളും എല്ലാവരും ഇതിൻ്റെ ഈ സംരംഭത്തിന് കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട്. നമ്മുടെ കരുത്തനായ നമ്മുടെ ഈ സ്ഥാപനത്തിൻ്റെ ഈ കമ്മിറ്റിയുടെ സെക്രട്ടറി KP ഫൈസൽ, അതേപ്രകാരം പ്രസിഡന്റ് അബ്ദുറഹ്മാൻ ഹാജി, ട്രഷറർ AK അഹമ്മദ് ഹാജി, അതേപ്രകാരം തന്നെ കമ്മിറ്റി ഭാരവാഹികളായ ശംസു മാഷ്, ഉനൈസ് മാഷ്, അഫ്സൽ മാഷ്, റഫീഖ് മാഷ് മുതലായ പലരും ഈ പരിപാടിയുടെ നടത്തിപ്പിന് വേണ്ടി പരിശ്രമിച്ചവരാണ്. ഒരുപാട് രക്ഷിതാക്കളുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതെല്ലാം സ്വാലിഹായ അമലായി നമ്മിൽ നിന്നും ബന്ധപ്പെട്ട എല്ലാവരിൽ നിന്നും ഇതിന് സഹകരിച്ച എല്ലാവരും സ്വീകരിക്കട്ടെ, ദുനിയാവിലും ആഖിറത്തിലും ഖൈർ പ്രദാനം ചെയ്യട്ടെ എന്ന് പറഞ്ഞുകൊണ്ട്, പ്രിയരെ, നമ്മുടെ ഈ സ്ഥാപനം ദീനി ഉലൂമ്, ദീനി അറിവ് പഠിപ്പിക്കുന്ന സ്ഥാപനമാണ്. അപ്പോൾ ദീനി അറിവിൻ്റെ മഹത്വത്തെ സംബന്ധിച്ചും അതിൻ്റെ ഫളായിലിനെ സംബന്ധിച്ചും സ്വല്പം സംസാരിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന കാര്യം അനുസരിച്ച് പ്രവർത്തിക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയരെ, നമുക്കറിയാം, വിജ്ഞാനം എന്നത്, ഇൽമു എന്ന് പറഞ്ഞത് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ ജീവനാണ്. ഒരുപാട് വിശുദ്ധമായ ഹദീസ് ശരീഫിൽ അറിവിന്റെ മഹാത്മ്യം പറഞ്ഞിട്ടുണ്ട്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അയ്വാമു ദുനിയാ ബി അർബഅത്തി അഷ്യാ.
4 വസ്തുക്കൾ കൊണ്ടാണ് ഈ ദുനിയാവ് ഇവിടെ നിലനിൽക്കുന്നത്. 4 വസ്തുക്കൾ മുഖേനയാണ് പടച്ച തമ്പുരാൻ ദുനിയാവിൽ നിലനിർത്തിക്കൊണ്ടിരിക്കുന്നത്. മഹാനായ നബി പറഞ്ഞു, ബിഇൽമിൽ ഉലമാ, പണ്ഡിതന്മാരുടെ അറിവ് കൊണ്ട്. അതേ പ്രകാരം നബി അദിലിൽ ഉമറാ, അമീറന്മാരുടെ ഭരണകർത്താക്കളുടെ നീതി കൊണ്ട്. ബിസഖാവത്തിൽ അഗ്നിയാ, ധനാഢ്യന്മാരുടേതായ ധർമ്മം കൊണ്ടും. ബിദഅവത്തിൽ ഫുഖറാ, പാവപ്പെട്ട മനുഷ്യന്മാരുടെ പ്രാർത്ഥന കൊണ്ടും. ഈ 4 സമ്മേളിക്കുമ്പോഴാണ് ഈ ദുനിയാവിടെ നിലനിൽക്കുന്നതെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അല്ലാഹുവിന്റെ റസൂൽ വിവരിച്ചു, വലൗലാ ഇൽമുൽ ഉലമാ, പണ്ഡിതന്മാരുടെ അറിവ്, ആ അറിവ് ഉണ്ടായിരുന്നില്ല എങ്കിൽ ലഹലകൽ ജാഹിലൂൻ, വിവരമില്ലാത്ത മനുഷ്യർ നശിച്ചു പോയിരുന്നു. വിവരമില്ലാത്ത മനുഷ്യന്മാർ അല്ലാഹു നശിപ്പിക്കുമായിരുന്നു. വലൗലാ സഖാവത്തുൽ അഗ്നിയാ, ധനികന്മാരുടെ ധർമ്മം അതുണ്ടായിരുന്നുവെങ്കിൽ ലഹലകൽ ഫുഖറാ, ഫഖീറന്മാർ നശിച്ചു പോകുമായിരുന്നു. വലൗലാ ദുആഉൽ ഫുഖറാ, പാവപ്പെട്ട മനുഷ്യന്മാരുടെ പ്രാർത്ഥന, മനസ്സറിഞ്ഞുകൊണ്ടുള്ള പ്രാർത്ഥന, അല്ലാഹുവിനോടുള്ള യാചന അതില്ലായിരുന്നുവെങ്കിൽ ലഹലകൽ അഗ്നിയാ, അഗ്നിയാൽ ധനികന്മാരെ അവർ നശിച്ചു പോകുമായിരുന്നു. വലൗലാ അദ്ലുൽ ഉമറാ, ഉമറായുടെ നീതി, ഭരണകർത്താക്കളുടെ നീതി, ആ നീതിയും ഈ ദുനിയാവിലില്ല എങ്കിൽ ലഅകല ബഅദുൻ നാസി ബഅദൻ കമാ യഅകുലു ദിബു വൽ ഗനമാ, മനുഷ്യർ പരസ്പരം തിന്നുകൊണ്ടിരിക്കും, മനുഷ്യർ മറ്റേ നശിച്ചുകൊണ്ടിരിക്കും. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, കമാ യഅകുലു ദിബു വൽ ഗനമാ, ചെന്നായി ആടിനെ തിന്നും പോലെ മനുഷ്യരും പരസ്പരം തിന്നുകൊണ്ട് നശിച്ചു പോകും. അപ്പോൾ പ്രിയരെ, ആരുമാരെയും കുറ്റപ്പെടുത്താനില്ല. ഒരു പക്ഷേ ധനികന്മാർ വിചാരിക്കും, എന്റെ ധനം കൊണ്ടല്ലേ അവരെല്ലാം ജീവിച്ചു പോകുന്നത് എന്ന്. പക്ഷേ അങ്ങനെ വിചാരിക്കാൻ അവകാശമില്ല. കാരണം അവർക്ക് ധനമുണ്ടാകുന്നതും അവർക്ക് അഭിവൃദ്ധി ഉണ്ടാകുന്നതും ഈ ഫക്കീറന്മാരുടെ പാവപ്പെട്ട ആളുകളുടെ ദുആ കൊണ്ടാണ്. അല്ലാഹു റസൂൽ വിവരിക്കുകയുണ്ടായി. ആയതുകൊണ്ട് എല്ലാ ഉലമാഇ ഇവിടെ അനിവാര്യമാണ്. എന്നാൽ മാത്രമേ ഈ ഇസ്ലാമിൽ ജീവനും ഉണ്ടാവുകയുള്ളൂ. നമുക്കറിയാൻ വേണ്ടി അല്ലാഹു റസൂൽ പറഞ്ഞു, മൻ സ്വല്ല സ്വലാത്ത. ഇതെന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഹദീസ് നമ്മൾ വളരെയധികം മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹു റസൂൽ പറഞ്ഞു, മൻ സ്വല്ല സ്വലാത്ത, ഒരാൾ നിസ്കാരം നിർവഹിച്ചു കഴിഞ്ഞു, ജമാഅത്തുമായിട്ട് ഒരാൾ നിസ്കാരം നിർവഹിച്ചു, വജലസ, അങ്ങനെ ആ മനുഷ്യൻ ഇരുന്നു, വജലസ, അവൻ ആ മനുഷ്യൻ ജമാഅത്ത് നിസ്കരിച്ചുകൊണ്ട് ഈ ഹൽഖത്തിൽ ഇൽമി, ഇൽമിൻ്റെതായ ഒരു ഇൽമിൻ്റെതായ സദസ്സിൽ അവൻ ഇരിക്കുകയും ചെയ്തു. വസമിയ കലാമല്ലാഹ്, അല്ലാഹുവിന്റെ കലാമിനെ അവൻ കേൾക്കുകയും ചെയ്തു. വിശുദ്ധമായ ഖുർആനെ, അതേപോലെ തിരുസുന്നത്ത്, അതേപോലെ ദീനിയ ഉലൂം അവൻ കേൾക്കുകയും അത് പരസ്പരം മുശാവറ ചെയ്യുകയും ചെയ്താൽ, വഅമില ബിഹി, അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്താൽ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അഅതാഹു അല്ലാഹു സിത്തത അഷ്യാ, 6 കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകുന്നതാണ്. അപ്പൊ എവിടെ നിസ്കരിക്കുക എന്നൊന്നും പറഞ്ഞിട്ടില്ല. പള്ളിയിലാണെങ്കിലും ശരി, വീട്ടിലാണെങ്കിലും ശരി, ഏത് നിസ്കാരമാണെങ്കിലും ശരി, നിസ്കരിച്ചു കഴിഞ്ഞതിന് ശേഷം അല്പം ഇൽമുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരുന്നാൽ, അല്പം ദീനിയ ഉലൂമുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അല്ലാഹുവിന്റെ നൂറാകുക ഇൽമുമായിട്ട് ബന്ധപ്പെട്ട് ആ മനുഷ്യനെ കുറച്ചോടെ ഇരുന്ന് കഴിഞ്ഞാൽ, പറഞ്ഞു, ജമാഅത്തായിക്കൊണ്ട് വല്ലവനും നിസ്കരിക്കുകയും അവന് ഇൽമിന്റെ സദസ്സിൽ ഇരുന്നു കൊണ്ട് അല്ലാഹുവിന്റെ കലാം കേൾക്കുകയും അതനുസരിച്ച് അമലുകൾ ചെയ്താൽ 6 കാര്യങ്ങൾക്കും അല്ലാഹു അവനിക്ക് നൽകുന്നതാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എൻ്റെ പ്രിയപ്പെട്ട ശബ്ദം ശ്രവിക്കുന്ന ഒരു പ്രത്യേക കാര്യം മനസ്സിലാക്കുക. 6 കാര്യം അവനിക്ക് നൽകി അല്ലാഹു അവനെ അനുഗ്രഹിക്കും, അല്ലാഹു അവനെ ബഹുമാനിക്കും. എന്താണ് 6 കാര്യങ്ങൾ? നമുക്ക് വളരെ അനിവാര്യമായ, നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത 6 കാര്യങ്ങളാണ്. ഒന്ന്, അർസുഖു മിനൽ ഹലാൽ, പടച്ച തമ്പുരാൻ അവനിക്ക് ഹലാലായ ഭക്ഷണം നൽകും. ഹറാമിനെ തൊട്ട് അവനെ കാക്കുകയും ഹലാലായ സമ്പത്ത്, ഹലാലായ ഭക്ഷണം അവനിക്ക് നൽകുകയും ചെയ്യും. രണ്ടാമതായിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, യുൻജീ മിൻ അദാബിൽ ഖബർ, ഖബറിന്റെ ശിക്ഷയിൽ തൊട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ രക്ഷപ്പെടുത്തുന്നതാണ്. നമുക്കറിയാമല്ലോ, ഖബറിന്റെ ശിക്ഷയെ വിശദീകരിക്കുന്നില്ല. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞല്ലോ, അൽ ഖബറു അവ്വലു മൻസിൽ മിൻ മനാസിലിൽ ആഖിറ,
ആഖിറത്തിന്റെ കവാടങ്ങളിൽ നിന്ന് ആദ്യ കവാടമാണ് ഖബർ. അതിൽ നിന്ന് അവൻ രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ അവനെല്ലാം അതിന് ശേഷമുള്ളത് മുഴുവനും രക്ഷപ്പെട്ടു കഴിഞ്ഞു. അതിന് പരാജയപ്പെട്ടാലോ ബാക്കിയുള്ളത് മുഴുവനും അവന് ക്ലേശമാണ്, ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ ഖബറിന്റെ ശിക്ഷയെ തൊട്ട് രക്ഷപ്പെടുത്തും ഇങ്ങനെ അവൻ ഇൽമുമായിട്ട് ബന്ധപ്പെട്ടാൽ. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, മൂന്നാമതായിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, പ്രിയരെ, നാളെ സഭയിൽ നമ്മൾ വ്യാകുലപ്പെട്ടുകൊണ്ടിരിക്കുന്ന, പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന, നമ്മൾ വിഷമിച്ചു കൊണ്ടിരിക്കുന്ന കാര്യമാണ് പടച്ചവനെ, എൻ്റെ നന്മ തിന്മകളെ ഈ കിതാബ് എൻ്റെ വലം കയ്യിലാണോ ലഭിക്കുക, എൻ്റെ ഇടം കയ്യിലാണോ ലഭിക്കുക? റാബിയാത്തുൽ മഹദിയൊക്കെ വളരെ കാര്യം ഓർത്തുകൊണ്ട് കരഞ്ഞിട്ടുണ്ട്. വിവാഹത്തിന് വന്നപ്പോൾ, വിവാഹാലോചനയ്ക്ക് വന്നപ്പോൾ, ഹസൻ ബസരി തങ്ങൾ വന്നപ്പോൾ മഹാനോട് ഈ കാര്യം ചോദിച്ചിട്ടുണ്ട്. പക്ഷേ മഹാനോട് പറഞ്ഞു, ഇല്ല ഇല്ല, കാര്യം അറിയാൻ പറ്റൂല, അള്ളാഹുവിന്റെ അടുക്കലുള്ളതാണ്. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇങ്ങനെ ഇൽമുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ആ മനുഷ്യന്റെ കിതാബ് നാളെ സഭയിൽ അവന്റെ വലം കയ്യിൽ നൽകപ്പെടുന്നതാണ്. അത്രയും വലിയ മഹത്വമാണ് ഇൽമുമായിട്ട് ബന്ധപ്പെടുന്നതിന്. നാലാമതായിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, നരകത്തിന് മേൽ സ്ഥാപിക്കപ്പെട്ട സുറാത്തിലെ പാലമില്ലേ, ആ പാലത്തിന്റെ മേൽ അവന് കടക്കാൻ കഴിയും. ഇടിമിന്ന് പോലെ നിങ്ങൾ ആലോചിച്ച് നോക്കി, മനുഷ്യന്റെ ഏറ്റവും നാളെ വൻസഭയിൽ ഏറ്റവും ബേജാറാകുന്ന നരകത്തിന്റെ മേൽ സ്ഥാപിക്കപ്പെട്ട വാളിനേക്കാൾ മൂർച്ചയുള്ള, ഒരു കുടിനേക്കാൾ ഏരിയതായ ആ പാലം കടക്കാൻ വല്ലാത്ത സംഭവമാണ്. നമ്മുടെ നാടന്മാരൊക്കെ പറയലോ, പാലം കടക്കുമ്പോൾ അവിടെ കുറിച്ചു അറിയലോ, അത് വല്ലാത്ത സംഭവമാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സ്വലാത്തിനെടുക്കൽ ഞാൻ നിങ്ങളെ കാത്തു നിൽക്കാമെന്ന് പറഞ്ഞു. ആ സ്വലാത്ത് പാലത്തിനെടുക്കൽ, ആ പാലത്തിന്മേൽ ഇടിമിന്നൽ പോലെ കടന്നുകൊണ്ട് അവർക്ക് സ്വർഗത്തിൽ കടക്കാൻ കഴിയുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. അഞ്ചാമതായിട്ട് പറഞ്ഞതൊക്കെ വിശദീകരിക്കുന്നതിനെ ചുരുക്കി പറയാൻ അഞ്ചാമതായിട്ട് പറഞ്ഞു, ആ മനുഷ്യനെ, ഇൽമുമായിട്ട് ബന്ധപ്പെടുന്ന മനുഷ്യനെ, നിസ്കാരം കഴിഞ്ഞതിന് ശേഷം സ്വല്പം ഇൽമുമായിട്ട് ബന്ധപ്പെട്ടതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്ന മനുഷ്യനെ പ്രവാചകന്മാരോട് കൂടെ നാളെ ഒരുമിച്ച് കൂട്ടുന്നതാണ്. അവനിക്ക് പേടിക്കേണ്ടതില്ല, അവനിക്ക് വിഷമിക്കേണ്ടതില്ല. കാരണം അല്ലാഹുവിന്റെ സൃഷ്ടിയിൽ ഏറ്റവും പ്രധാനികളല്ലേ പ്രവാചകന്മാർ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണല്ലോ പ്രവാചകന്മാരുടെ നേതാവ്. ആ പ്രവാചകന്മാരോടൊപ്പം അവൻ ഒരുമിച്ച് കൂട്ടപ്പെടുന്നതാണ്. ആറാമതായിട്ട് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുന്നു, ആ മനുഷ്യൻ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തിൽ എടുപ്പെടുക്കുന്നതാണ്. സ്വർഗീയ ലോകത്ത് നല്ലൊരു എടുപ്പ്. ആ എടുപ്പിന് വർണ്ണമല്ലാഹുവിന്റെ റസൂൽ പറയുന്നുണ്ട്, ചുവന്ന മാണിക്യത്തിനാലുള്ള നല്ലൊരു ഒരു കെട്ടിടം അവനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പണിയുന്നു. ലഹു അർബഊന ബാബാ, ആ കെട്ടിടത്തിന് 40 വാതിലുകളുണ്ട്, 40 കവാടങ്ങളുള്ള അതിമനോഹരമായ ചുവന്ന മാണിക്യത്താൽ പണിയുന്നതായ സ്വർഗ്ഗം അല്ലാഹു തആല അവനിക്ക് പണിയുന്നതാണെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. പ്രിയരെ, ഇൽമുമായിട്ട് ബന്ധപ്പെടുവാനുള്ളതിന് വളരെയധികം പ്രാധാന്യമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ടല്ലേ നമുക്കറിയാമല്ലോ, അല്ലാഹുവിന്റെ റസൂൽ ഒരു അവസരത്തിൽ പള്ളിയിലേക്ക് വന്നു. പള്ളിയിലേക്ക് വന്ന സമയത്ത് 2 മജ്‌ലിസ് അല്ലാഹുവിന്റെ റസൂൽ കണ്ടു. 2 മജ്‌ലിസ്. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, എന്താണ് അവിടെ അവർ ദിക്ർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ദിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കുക, ലാ ഇലാഹ ഇല്ലല്ലാഹ് ദിക്റൊക്കെ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. മറ്റൊരു ഭാഗത്തോ അവര് ഇൽമു മുദാക്കറ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ദീനി ഉലൂം മുദാക്കറ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, 2 സദസ്സും ഖൈറാണ്, 2 ഉത്തമമായ സദസ്സാണ്. പക്ഷേ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് ഈ ഇൽമിന്റെ സദസ്സാണ്. ഇൽമിന്റെ സദസ്സിൽ അല്ലാഹുവിന്റെ റസൂൽ ഇരുന്നു. ആ ഇൽമു പഠിപ്പിക്കുന്ന സ്ഥാപനമല്ലേ പ്രിയരെ. ഈ സ്ഥാപനത്തിൽ എന്ത് നമ്മൾ ചെലവഴിച്ചാലും, എത്ര നമ്മൾ ത്യാഗം ചെയ്താലും അത് വലിയ പ്രതിഫലമുള്ള കാര്യമാണെന്ന് മനസ്സിലാക്കാൻ കഴിയും. പ്രകാരം നിങ്ങളോട് സൂചിപ്പിക്കട്ടെ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന് പലരും ഇൽമു എന്ന് പറയുമ്പോഴേക്ക് ഒരു അലർജി ഉണ്ടായിട്ടുണ്ടോ പലർക്കും എന്ന് മനസ്സിലാവുന്നു. ഇൽമുമായിട്ട് ബന്ധപ്പെട്ട ഇൽമിന്റെ സദസ്സ് എന്ന് പറയുമ്പോൾ അതിനോട് അലർജിയും അതിനോട് ഒരു വെറുപ്പുള്ളതായി കാണാൻ കഴിയും. പക്ഷെ അത് ഏറ്റവും വലിയ അപകടമാണ്, ഏറ്റവും വലിയ അപകടമാണ്.
അള്ളാഹു റസൂൽ പറഞ്ഞു, നമുക്ക് കണ്ടല്ലോ ഇന്നിപ്പോൾ ഓരോ ഭവിഷ്യത്തും ബുദ്ധിമുട്ടുകളൊക്കെ വരുന്നത് അത് നമ്മൾ പലരും കുറ്റപ്പെടുത്തും. നമ്മളത് ആയത്തിൽ ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതൊക്കെ നമ്മിൽ നിന്ന് തന്നെയാണ് ഇതിൻ്റെയൊക്കെ കാരണം. അള്ളാഹു റസൂൽ പറഞ്ഞു, സയ്യത്തി സമാൻ, ശേഷം ഒരു കാര്യം വരാനുണ്ട്. എന്നാ ഉമ്മത്തി, എന്റെ ഉമ്മത്തിന് മേൽ, എന്റെ സമുദായത്തിന് മേൽ ഒരു കാര്യം വരാനിരിക്കുന്നു. പണ്ഡിതന്മാർ അവർ ഓടിപ്പോവും. ഒരു വരുന്നുണ്ടെന്നാൽ ഓടിപ്പോയിട്ട് അവർ അവരുടെ വാക്ക് കേൾക്കാതെ അവരെന്താണ് നിസ്സാരമാക്കുന്ന സമ്പ്രദായം. കർമ്മശാസ്ത്ര പണ്ഡിതന്മാരിൽ നിന്നും ഉലമായിൽ നിന്നും ഓടിപ്പോകുന്ന ഒരു സമ്പ്രദായം അല്ലാഹു റസൂൽ പറഞ്ഞു. ഇന്ന് അല്ലാഹു റസൂൽ പറഞ്ഞു, അങ്ങനെ ഇൽമിന്റെ സദസ്സിൽ നിന്ന് പണ്ഡിതന്മാർക്ക് ഓടിപ്പോകുന്ന ആളുകൾക്ക് 3 പരീക്ഷണങ്ങൾ കൊണ്ട് അല്ലാഹു തആല അവരെ പരീക്ഷിക്കും. ഇത് നമ്മൾ ചിന്തിക്കേണ്ട വിഷയമാണ്. 3 പരീക്ഷണങ്ങൾ അവർക്ക് നൽകുന്നതാണ്. ഏതാണ് ആ പരീക്ഷണങ്ങൾ? യുർഫഉൽ ബറകതു മിൻ കസ്ബിഹി, അവർ എത്ര തന്നെ ജീവിച്ചാലും എത്ര തന്നെ അധ്വാനിച്ചാലും അധ്വാനത്തിനൊരു ബറക്കത്ത് ഉണ്ടാവില്ല, അത് ഉയർത്തപ്പെടും. ആലോചിക്കും, ഒരു ജീവിതത്തിന് ബറക്കത്ത് ഉണ്ടാവില്ല. അതേപ്രകാരം അല്ലാഹു റസൂൽ പറഞ്ഞു, വിശദീകരിക്കുന്നില്ല. യുസല്ലിത്തുല്ലാഹു തആല അലൈഹിം, അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ മേൽ അധികാരപ്പെടുത്തുന്നതാണ്. അക്രമിയായ ഭരണകർത്താവിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ മേൽ അധികാരപ്പെടുത്തുന്നതാണ്. നമ്മൾ ആലോചിച്ച് നോക്കൂ പ്രിയരെ, നമ്മൾ മോഡിനെ കുറ്റപ്പെടുത്തുന്നുണ്ടല്ലോ, അമിത്ഷാനെ കുറ്റപ്പെടുത്തുന്നുണ്ടല്ലോ. ആരാണ് അമിത്ഷാനൊക്കെ അവർക്ക് അധികാരത്തിലാവാനുള്ള കാരണം എന്താണ്? നമ്മൾ തന്നെ. എന്തുണ്ടായത്? ദീനി ഉലൂമിനോടൊക്കെയുള്ള വിമുഖത, അതിനോടുള്ള അലർജി വന്നപ്പോൾ അല്ലാഹു തആല പരീക്ഷണമാണിത്. നമ്മൾ ആലോചിക്കണം. അപ്പോ ഇതിന്റെ മോചനം കിട്ടാൻ മാർഗം എന്താ? നമ്മൾ ഇൽമുമായിട്ട് ബന്ധപ്പെടുക, അല്ലാഹു ദീനി ഉലൂമുമായിട്ട് ബന്ധപ്പെടുക, പണ്ഡിതന്മാരെ ആദരിക്കുക, ബഹുമാനിക്കുക. ഞാൻ പറഞ്ഞു, എന്നാൽ ഇത് രണ്ടും സഹിക്കാൻ പ്രിയരെ. അമിത്ഷാന്റെ ഒന്നൊക്കെ ദുനിയാവിൽ മാത്രമല്ല, പക്ഷെ മൂന്നാമത് അല്ലാഹു സുബ്ഹാനഹു ആലോചിക്കണം. യഖ്റുജൂന മിനദ് ദുനിയാ, ദുനിയാവിൽ നിന്ന് മനുഷ്യന്മാർ പുറപ്പെടും. ഉലമായിനത്ത് ഓടിപ്പോകുന്ന, പണ്ഡിതന്മാരിൽ ഓടിപ്പോകുന്ന, അവരുടെ വിജ്ഞാനം കേൾക്കാൻ മനസ്സ് വെക്കാത്തത് പള്ളിയിൽ നിന്നാണെങ്കിലും ശരി, ജുമാന്റെ ഉസ്താദ് കാര്യമായ വിഷയം പറയായിരിക്കും. ഒരു വിഭാഗം അവിടെ നിസ്കാരത്തിലാണ്, അപ്പൊ മാത്രമേ നിസ്കരിക്കാൻ പറ്റുള്ളവരിക്കും. അല്ലെങ്കിൽ മറ്റൊരു വിഭാഗം അവിടെ വർത്തമാനത്തിലാണ്. വലിയ വലിയ വർത്തമാനം, അന്താരാഷ്ട്ര കാര്യങ്ങളൊക്കെ അപ്പോഴാണ് സംസാരിക്കുന്നത്. വളരെ ചിന്തിക്കണം മുഅ്മിനീങ്ങളെ. അല്ലാഹു റസൂൽ പറയുന്നു, യഖ്റുജൂന മിനദ് ദുനിയാ, ആ വിഭാഗം ജനങ്ങൾ ദുനിയാവിൽ നിന്ന് പുറപ്പെടുന്നതാണ്. ബിഗൈരി ഈമാൻ, ഈമാനില്ലാതെയാണ് അവർ മരിക്കാൻ സാധ്യതയുള്ളത്. ഈമാനില്ലാതെ കാഫിറായി ഈ ലോകത്ത് നിന്ന് വിട പറയാൻ സാധ്യതയുണ്ടെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ശബ്ദം ശ്രവിക്കുന്നവരെ, നമ്മൾ ഇൽമിൽ നിന്ന് ഒരിക്കലും അകന്നു പോകരുത്. വിജ്ഞാനം ആര് തന്നെ പറഞ്ഞാലും ശരി, അല്ലാഹുവിന്റെ ദീനി ഉലൂമാണോ പറയുന്നത്, ആ ഉലൂം അനുസരിച്ച് അതിനനുസരിച്ച് സ്ഥാനം നൽകൽ അനിവാര്യമാണ്. അല്ലെങ്കിൽ ഈമാൻ നഷ്ടപ്പെടുമെന്ന് അല്ലാഹു റസൂൽ നമുക്ക് താക്കീത് നൽകുന്നതാണ്. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. അങ്ങനെ നമ്മൾ ഇൽമിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഒരുപാട് നമുക്ക് പറയാനുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്കൊരു പ്രതീക്ഷയുണ്ട്. കാരണം എന്താണ്? ഇൽമിന്റെ സ്ഥാപനമാണല്ലോ, ഇൽമ പഠിപ്പിക്കുന്ന സ്ഥാപനം, നമ്മുടെ മക്കൾക്ക് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന സ്ഥാപനം. ആ സ്ഥാപനത്തിൽ നമ്മൾ സഹായിച്ചു കൊണ്ടിരിക്കുന്നു. ആ സഹായം ഒരു വലിയ സഹായമാണ്. നമ്മൾ ഈമാനോടുകൂടെ, നല്ല വിശ്വാസത്തോടുകൂടെ നമ്മൾ അതിനു വേണ്ടി ഒരുങ്ങുക. എന്നാൽ അത് നിയ്യത്തോടുകൂടെ, അതിന് നമ്മൾ നിയ്യത്ത് നന്നാക്കണം. എല്ലാവരും കൊടുക്കുമ്പോൾ എന്തെങ്കിലും കൊടുക്കേണ്ടതെങ്കിൽ മോശമല്ലേ എന്ന് വിചാരിച്ചു കൊടുക്കണം. എനിക്ക് ഇവിടെ തന്നെ നമുക്ക് പ്രശ്നം അതാണ്. പല അമലുകളും നമ്മൾ നിയ്യത്ത് കൊണ്ട്, നിയ്യത്തിന്റെ അപാകത കൊണ്ട് നഷ്ടപ്പെട്ടു പോവുകയാണ്. നല്ല നല്ല കാര്യങ്ങൾ പലതും നമ്മൾ ചെയ്യുന്നുണ്ടാവും. ഇപ്പോൾ ഒരു പാവപ്പെട്ട എത്തിക്കുട്ടിന്റെ പിന്നെ ഒരു കല്യാണത്തിന് പിരിവിന് വരികയാണ്, അത് മദ്രസന്റെ കാര്യത്തിൽ വന്ന് പിരിവിന് വരികയാണ്. ഈ 4-5 ആളുകൾ വരുമ്പോൾ ഒരു മടക്കി ഉള്ള മോശം കടക്കട്ടെ 100 രൂപ. അത് യാതൊരു ഉപകാരമൊന്നും ഉണ്ടായില്ല. നേരെ മറിച്ച് ഇത് പടച്ചവന്റെ പ്രീതി കാണിച്ചുകൊണ്ട്, അള്ളാഹുവിന്റെ നില കാണിച്ചുകൊണ്ട്, നല്ല നിയത്തോടുകൂടെ 100 അല്ലെങ്കിൽ 10 രൂപ കൊടുത്താലും അതിന് പ്രതിഫലമുണ്ട്. അവൻ വിശാഖനോട് ഈ കാര്യമൊക്കെ ഓർക്കണമെന്ന് പ്രത്യേകമായി ഉണർത്തുകയാണ്. അങ്ങനെ എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ഇത് വലിയ വിജയമാണ്. നമ്മുടെ മറ്റു കാര്യങ്ങളൊക്കെ അള്ളാഹു തന്നെ നടത്തി തരും. നമുക്കറിയാമല്ലോ, മഹാനായ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം, ആളുകൾ ചക്രവർത്തിയാകുന്ന സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം മഹാനോട് അള്ളാഹു തന്നെ പറഞ്ഞ് 3 കാര്യങ്ങൾ തരാം. 3 കാര്യം. എന്താ 3 കാര്യം? നിങ്ങൾക്ക് നല്ല പിന്നെ രാജാധികാരം നൽകാം, അതേപോലെ ഇഷ്ടംപോലെ സമ്പത്ത് നൽകാം, ഇൽമ നൽകാം. ഏതെങ്കിലും വേണ്ടതെന്ന് വെച്ചു. നമ്മൾ ചിന്തിക്കുന്നത് വല്ലാത്ത വിഷയമാണ്. ഇഷ്ടംപോലെ ദീനി ഉലൂം നിങ്ങൾക്ക് നൽകാം, അതേ പ്രകാരം നിങ്ങൾ രാജാവാക്കി മാറ്റാം.
അല്ലെങ്കിൽ നിങ്ങൾക്ക് സമ്പത്ത് നൽകാൻ നിങ്ങൾക്ക് ഈ മൂന്നിൽ ഇഷ്ടമുള്ളത് നിങ്ങൾ തിരഞ്ഞെടുക്കാമെന്ന് മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറഞ്ഞപ്പോൾ മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, പടച്ചവനെ എനിക്ക് രാജാധികാരം വേണ്ട, പടച്ചവനെ എനിക്ക് സമ്പത്ത് വേണ്ട, എനിക്ക് വേണ്ടത് ഇൽമാണ്, നിന്നെ സംബന്ധിച്ചുള്ള അറിവാണ്, ആ അറിവാണ് എനിക്ക് വേണ്ടത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പറഞ്ഞപ്പോൾ പടച്ച തമ്പുരാൻ പറഞ്ഞു, നിങ്ങൾ ഇൽമിനെ തിരഞ്ഞെടുത്തതുകൊണ്ട്, വിജ്ഞാനത്തെ നിങ്ങൾ തിരഞ്ഞെടുത്തല്ലോ, അത് കാരണത്താൽ നിങ്ങൾക്ക് രാജാധികാരം നൽകി, സമ്പത്ത് നൽകുന്നു, വിജ്ഞാനം നൽകുന്നു. നിങ്ങൾ ഇൽമുമായിട്ട് ബന്ധപ്പെട്ടാൽ അതിനെ സ്നേഹിച്ചാൽ കഷ്ടപ്പെടുന്നു. സുലൈമാൻ നബിക്ക് 3 നൽകി അല്ലാഹു തആല ആദരിക്കുകയാണ്. അതേപ്രകാരം തന്നെ ഒരുപാട് ഇൽമിനുമായിട്ട് ബന്ധപ്പെട്ട സംഭവം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇൽമിന്റെ അഹ്ലാലെ ബഹുമാനിച്ചാൽ നേട്ടങ്ങളൊക്കെ അല്ലാഹു റസൂൽ പറഞ്ഞു, ഒരിക്കൽ സഅൽതു ജിബ്രീൽ അൻ അസ്ഹാബിൽ ഇൽമ, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മുഖറബായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ഇൽമിന്റെ ആളുകളെ സംബന്ധിച്ച് ഞാൻ ചോദിച്ചു. അല്ലാഹു റസൂൽ പറയാണ്, ജിബ്രീൽ എന്താണ് ആലിമീങ്ങളുടെ അവസ്ഥ, അവരുടേതായ സ്ഥാനം എന്താണെന്ന് ചോദിച്ചപ്പോൾ അല്ലാഹു റസൂൽ പറയുന്നതാണ്, മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, നബിയെ അവർ തങ്ങളുടെ സമുദായത്തിന് വിളക്കുകളാണ്, അവർ തങ്ങളുടെ സമുദായത്തിന് വിളക്കുകളാണ്, ദുനിയാവിലും ആഖിറത്തിലും വിളക്കുകളാണ് അവര്. അവരെ തിരിച്ചറിഞ്ഞുകൊണ്ട് അവരെ ബഹുമാനിക്കുന്നവർക്കാണ് എല്ലാവിധ മംഗളവും എല്ലാവിധ സന്തോഷവും. ഈ പണ്ഡിതന്മാരെ തിരിച്ചറിഞ്ഞ് അവരെ ബഹുമാനിക്കുന്ന ആദരിക്കുന്ന ആളുകൾക്കാണ് എല്ലാ ഗുണവും എല്ലാവിധ മംഗളവും എന്ന് അല്ലാഹു റസൂൽ പറഞ്ഞു. പിന്നീട് അല്ലാഹു റസൂൽ പറഞ്ഞു, എല്ലാ നാശവും എല്ലാവിധ നാശവും ബുദ്ധിമുട്ടുകളും അങ്കരവും ആ പണ്ഡിതന്മാരെ കൊടുക്കുന്നവർക്കാണ്, അവരെ ദേഷ്യപ്പെടുത്തുന്നവർക്കാണ്, അവരെ നിസ്സാരമാക്കുന്ന അവരെ വെറുപ്പിക്കുന്ന ആളുകൾക്കാണ് എല്ലാവിധ നാശവും എന്ന് അല്ലാഹു റസൂൽ പറഞ്ഞു. അപ്പോൾ മുഅ്മിനീങ്ങളിൽ നിന്നൊക്കെ നമ്മൾ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ ഇൽമിനെയും ഇൽമിന്റെ അധികാരിയും അതിന്റെ സ്ഥാപനത്തിനെയും ബഹുമാനിക്കുന്നുണ്ടില്ല എന്നല്ല പറഞ്ഞതിന്റെ മഹത്വം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ വിശുദ്ധമായ ഈ മദ്രസ സ്ഥാപനം അള്ളാഹുവിന്റെ കലാമ പഠിപ്പിക്കുന്ന സ്ഥാപനമാണല്ലോ. ഈ സ്ഥാപനം നമ്മൾ ബഹുമാനിക്കും, നമുക്ക് കഴിയേണ്ട പരമാവധി നമ്മൾ ഇതിന് വേണ്ട സഹായം ചെയ്യാം. നമുക്കറിയാമല്ലോ, നമ്മൾ ഈ വിശുദ്ധ ഖുർആൻ ഒരൊറ്റ മഹാനായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം, ഇതെല്ലാം നമുക്ക് ചിന്തിക്കാൻ വലിയ സംഭവമാണ്. മഹാനായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അത്ഭുതമായ ജനനം തന്നെ അത്ഭുതമാണല്ലോ. അള്ളാഹുവിന്റെ പ്രത്യേകമായ കുതിരത്ത് കൊണ്ട് പടക്കപ്പെട്ട മറിയം ബീവിയിൽ പടക്കപ്പെട്ട മഹാനായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒരു വൈക്കിൽ നടന്നു പോയി ഖബറിന്റെ അരികെ. ആ ഖബറിനരികെ നടന്നു പോകുമ്പോൾ മഹാനവർ ആ ഖബറിന്റെ ഉള്ളിലുള്ള മനുഷ്യനെ ശിക്ഷിക്കുന്നത് കാണുകയാണ്. ആ ഖബറിന്റെ അനുയായികൾ ശിക്ഷിക്കപ്പെടുന്നു. മഹാനായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അങ്ങനെ നടന്നുപോയി. അങ്ങനെ കുറെ വർഷങ്ങൾ കഴിഞ്ഞ ശേഷം വീണ്ടും ആ ഖബറിന്റെ അരികെ ആ മക്കളുടെ അരികിൽ നടന്നു പോകുമ്പോൾ ആ ഖബറിന്റെ ആളിനെ ശിക്ഷ ഒഴിവായി ആ ഖബർ സ്വർഗ്ഗപൂന്തോപ്പാക്കി കാണുന്നു. അപ്പോൾ മഹാനോട് ഇതൊന്ന് അറിയാൻ താല്പര്യം. അള്ളാഹുവിനോട് ചോദിച്ചു, പടച്ചവനെ, ഞാൻ മുമ്പിൽ നടന്നു പോകുമ്പോൾ, ഞാൻ മുമ്പിൽ സഞ്ചരിക്കുമ്പോൾ ഈ ഖബറാളിയെ ശിക്ഷിക്കുന്നതായിട്ടാണ് എനിക്ക് കാണാൻ കഴിയുന്നത്. തിരിച്ചു വരുമ്പോൾ ഈ ഖബറാളിക്ക് വളരെ രക്ഷയുണ്ട്, ആ ഖബർ സ്വർഗ്ഗപൂന്തോപ്പാക്കി മാറിയിട്ടുണ്ടല്ലോ. അള്ളാഹുവേ, എന്താണ് ഇതിനുള്ള കാരണമെന്ന് ചോദിച്ചപ്പോൾ മഹാനായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിലേക്ക് അള്ളാഹു വഹി നൽകുന്നു, ഈസാ നബിയെ, നിങ്ങൾ പോകുന്ന സമയത്ത് ആ മനുഷ്യൻ ശിക്ഷിക്കപ്പെടുന്നത് ശരിയാണ്, ഞാൻ ചെയ്ത കുറ്റം കാരണത്താൽ. പക്ഷേ പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞു, അവനൊരു കുഞ്ഞുണ്ടായിരുന്നു. ആ കുഞ്ഞിനെ കുഞ്ഞിന്റെ മാതാവ് മദ്രസയിൽ ചേർത്തുകൊണ്ട് വിശുദ്ധ ഖുർആനിന്റെ വളരെ പ്രധാനപ്പെട്ട ഫാത്തിഹത്തുൽ കിതാബ് ആ കുട്ടി പഠിക്കുകയും ആ കുട്ടി ആ ഫാത്തിഹ ഓതിക്കൊണ്ട്, പടച്ചവനെ, ഈ ഫാത്തിഹയുടെ പ്രതിഫലം എന്റെ ഉപ്പാന്റെ ഖബറിലേക്ക് എത്തിച്ചു കൊടുക്കണേ എന്ന് പറഞ്ഞ് ദുആ ചെയ്യുകയുണ്ടായി. അല്ലാഹുവേ, ഞാൻ ഈ ഓതിയ ഫാത്തിഹയുടെ പ്രതിഫലം എന്റെ ഉപ്പാന്റെ ഖബറിലേക്ക് എത്തിക്കണേ, എന്റെ ഉപ്പ എന്തെങ്കിലും അതാവ് സൈക്കുതിനായ അതാവിന് ഉയർത്തണേ എന്ന് പറഞ്ഞ് ആ പിഞ്ചോമന കുഞ്ഞ് ദുആ ചെയ്തത് കാരണത്താൽ ആ ദുആയുടെ ഫലമായിട്ട് ഞാൻ ആ മനുഷ്യന്റെ ഖബർ സ്വർഗ്ഗപൂന്തോപ്പാക്കി കൊടുത്തു എന്ന് മഹാനായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല വഹി നൽകുകയാണ്. പ്രിയരെ, നമുക്ക് പ്രതീക്ഷിക്കാം, നമ്മൾ ഈ സ്ഥാപനത്തിൽ കുട്ടികളെ ദീനി ഒഴും പഠിക്കുന്ന, വിശുദ്ധ ഖുർആൻ പഠിക്കുന്ന, ഫാത്തിഹ പഠിപ്പിക്കുന്ന, യാസീൻ പഠിപ്പിക്കുന്ന ഈ സ്ഥാപനം നമ്മൾ സഹായിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഇതിന് നമ്മൾ എന്താണ് ആദരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതിന്റെ പരിപാടികൾ നമ്മൾ ഭാഗമാക്കാവുമ്പോഴും നമുക്ക് ആഖിറത്തിൽ രക്ഷപ്പെടാനുള്ള മാർഗമാണ്, നമുക്ക് ഖബറിൽ രക്ഷപ്പെടാനുള്ള മാർഗമാണ്. പ്രിയരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാവിധ പ്രയാസവും വിഷമവും തീർത്ത് റാഹത്തും സന്തോഷവും നൽകി അനുഗ്രഹിക്കട്ടെ. ഈ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. അല്ലാഹു റസൂൽ ഇൽമിനെയും ഇൽമിന്റെ അധികാരിയെയും
വളരെയധികം ബഹുമാനിച്ചിട്ടുണ്ട്. അല്ലാഹു റസൂൽ പറഞ്ഞത് നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഹദീസാണ്, ഇന്നമാ ബുഇസ്തു മുഅല്ലിമ, ഞാൻ എന്നെ ഒരു മുഅല്ലിമായിട്ടാണ് അല്ലാഹു തആല അയച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇൽമ പഠിക്കുക, പഠിപ്പിക്കുക, അത് വളരെയധികം പ്രാധാന്യമുണ്ട് പ്രിയരെ. അല്ലാഹു വിശുദ്ധ ഖുർആനിൽ ധാരാളം സമയത്ത് പറയുന്നത് ഞാൻ വിശദീകരിക്കുമ്പോൾ പറയുന്നില്ല, സമയം ദീർഘിച്ചു പോകുമെന്ന് പറയുന്നത് നിർത്തുകയാണ്. റഹ്മാൻ റഹീമായ അല്ലാഹുവേ, ഇത്രയും എന്നെ കൊണ്ട് പറയിപ്പിച്ചത്, ഈ സഹോദരനോട് കേൾപ്പിച്ചത് ഒക്കെ നീ സ്വാലിയായ അമലായി സ്വീകരിക്കണേ അല്ലാഹ്. പടച്ചവൻ ഈ സ്ഥാപനത്തിനെ സഹായിച്ചു കൊണ്ടിരിക്കുന്ന പല ആളുകളും പറയാതെ വിഷമത്തിലും ബുദ്ധിമുട്ടിലുമാണ്. അവരൊക്കെ പ്രയാസവും വിഷമവും തീർത്ത് അവരുടെ ജീവിതത്തിന് റാഹത്തും സന്തോഷം പ്രദാനം ചെയ്യുന്നതല്ല. അവരുടെ എല്ലാവരുടെ പ്രയാസവും നീ തീർത്ത് അവരെ തന്നെ സന്തോഷിപ്പിക്കണേ അല്ല. അതേപ്രകാരം ഈ സ്ഥാപനമായിട്ട് ബന്ധപ്പെട്ട പലരും ബർസഖിയ ജീവിതത്തിലുണ്ട്. അല്ലാഹുവേ, അവരൊക്കെ ഖബർ നീ മുനവ്വറാക്കണമല്ല. അവരെയും ഞങ്ങളോട് ബന്ധപ്പെട്ട എല്ലാവരെയും അതേപോലെ ഈ പരിപാടിക്ക് സഹകരിച്ച എല്ലാവരെയും ജന്നാത്തിൽ ഫിർദൗസിൽ ഒരുമിച്ച് അനുഗ്രഹിക്കണേ അല്ലാഹ്. കത്തിയാളുന്ന ജഹന്നമിനെ തൊട്ട് കാത്തുരക്ഷിക്കണേ അല്ലാഹ്. വാഹിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഏറ്റവും സമാദരണീയനായ വേദിയുടെ അധ്യക്ഷൻ അബ്ദുറഹ്മാൻ ഹാജി അവരുടെ, ഉദ്ഘാടകൻ സയ്യിദ് ഇസ്മായിൽ ബുഖാരി തങ്ങൾ അവരുടെ, ബഹുമാനപ്പെട്ട സദർ ഉസ്താദ്, മറ്റ് ഉസ്താദുമാരെ, മാനേജ്മെൻറ്റ് കമ്മിറ്റി ഭാരവാഹികളെ, പൂർവ്വ വിദ്യാർത്ഥി സഹോദരങ്ങളെ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, സഹോദര സഹോദരിമാരെ, വിദ്യാർത്ഥിനികളെ, സർവശക്തൻ നമ്മളുടെ സംഗമം അവൻ കബൂലാക്കുമാറാവട്ടെ. പരിശുദ്ധ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹക്ക് ബർക്കത്ത് കൊണ്ട് നമ്മുടെ ജീവിതത്തിലുടനീളം വന്നു പോയിട്ടുള്ള ചെറുതും വലുതുമായ പാപങ്ങൾ അല്ലാഹു വിട്ടുപുറത്ത് മാപ്പാക്കി പെരുമാറാവട്ടെ. നമ്മെയും നമ്മുടെ മാതാപിതാക്കൾ, ഭാര്യ സന്താനങ്ങൾ, കൂട്ടുകുടുംബാദികൾ എല്ലാവരെയും അല്ലാഹു നാളെ ജന്നാത്തുൽ നഈമിലും ഒരുമിച്ച് കൂടാൻ തൗഫീഖ് ചെയ്യട്ടെ. പ്രിയപ്പെട്ടവരെ, 1495 പരിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം ആഘോഷിക്കുന്ന ഈ മഹൽ സുദിനത്തിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം സൂചിപ്പിച്ച് എൻ്റെ ആശംസ പ്രസംഗം അവസാനിപ്പിക്കുന്നതാണ് ഇൻഷാ അല്ലാഹ്. ലോകം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം ആഘോഷിക്കൊണ്ടിരിക്കുകയാണ്. ലോകത്തുടനീളം പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അപദാനങ്ങൾ പാടിപ്പറയുകയും പ്രകടിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ഈ സംരംഭത്തിലെ, ഈ സാഹചര്യത്തിലെ മിസ്ബാഹുൽ ഉലൂം മദ്രസ, നമ്മുടെ മദ്രസയിലെ ഇന്നത്തെ ഈ സാഹചര്യം വിലയിരുത്തിക്കൊണ്ട് മനസ്സിലാക്കുകയാണെങ്കിൽ വളരെ വിപുലമായിട്ടാണ് നമുക്ക് നടത്താൻ കഴിഞ്ഞത്. ആധുനിക സൗകര്യങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തി നമ്മുടെ കമ്മിറ്റി ഈ പരിപാടി ഇവിടെ സംവിധാനിച്ചിരിക്കുകയാണ്. കർമ്മോത്സുകരായ ഒരു പറ്റം നമ്മുടെ മിസ്ബാഹുൽ ഉലൂമിൻ്റെ സന്തതികളായ കർമ്മകുശലരായ ഒരു തലമുറ, ഒരു വിങ് ഇവിടെ പ്രവർത്തിക്കുന്നത് കൊണ്ട് നമ്മുടെ മദ്രസയുടെ പുരോഗതി അനുദിനം വളർച്ചയിലാണ് എന്ന് നമുക്ക് കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ വളരെ മനസ്സിലാക്കാൻ കഴിയും. അതിൽപ്പെട്ട ഒരു ഇനമാണ് നമ്മുടെ ഇന്നത്തെ ഈ പരിപാടി, വിദിന പരിപാടി ഈ നിലയിൽ സംവിധാനിച്ചിരിക്കുന്നത്. അവരെ അഭിനന്ദിക്കുകയാണ്, പ്രശംസിക്കുക കൂടി ചെയ്യണേ. അല്ലാഹു തആല അതിനുവേണ്ടി പ്രവർത്തിക്കുകയും സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്ത എല്ലാവർക്കും അല്ലാഹു ഇരുവീട്ടിലും അർഹമായ പ്രതിഫലം പ്രദാനം ചെയ്യട്ടെ എന്ന് ഓർക്കുകയാണ്. ഈ സമയത്ത്
നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട മിസ്ബാഹുൽ ഉലൂമിൻ്റെ പഴയകാല കുസുമങ്ങളായിരുന്ന 2-3 വ്യക്തികൾ ലോകത്തോട് വിട പറഞ്ഞ് എന്ന കാര്യം നമുക്കിവിടെ അനുസ്മരിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. കണ്ണച്ചമ്പാട്ട് നവാസ്, കപ്പൂരത്ത് റാഷിദ്, പറമ്പാടൻ ആസിഫ്, അതുപോലെ ഒരു വളരെ മുമ്പ് മദ്രസ ഉദ്ഘാടനം കഴിഞ്ഞ 2 വർഷത്തിന് ശേഷം വിട പറഞ്ഞു പോയ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു, സഹിയ. അവര് പിന്നെ പള്ളിപ്പുറത്ത് കൂട്ടി ഏത് കുട്ടിയാക്കണം പറഞ്ഞു. എല്ലാവർക്കും അല്ലാഹു തആല പരലോകത്ത് സന്തോഷവും റാഹത്തും പ്രദാനം ചെയ്യട്ടെ. അവരുടെ ബർസഖിയ ജീവിതത്തിൽ അല്ലാഹു റാഹത്ത് നൽകട്ടെ, ആനന്ദം നൽകട്ടെ. എല്ലാ പാപങ്ങളും പുറത്തു കൊടുത്ത് സ്വർഗത്തിൽ പ്രവേശിക്കാൻ അവർക്കും നമുക്ക് അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അതുപോലെ നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയ മറക്കാൻ കഴിയാത്ത ഒരു വ്യക്തിയായിരുന്നു മിസ്ബാഹുൽ ഉലൂമിൻ്റെ ആദ്യകാല സദർ ഉസ്താദായിരുന്ന താരാക്കുഴി കുഞ്ഞു മുഹമ്മദ് മുസ്ലിയാർ കുളത്തൂർ നവ്വറല്ലാഹു മർഖദഹു. അദ്ദേഹത്തെ അനുസ്മരിക്കുമ്പോൾ 8-9 വർഷം നമ്മുടെ മദ്രസയിൽ സദർ ഉസ്താദായി നേതൃത്വം നൽകിയ ഒരു മഹൽ വ്യക്തിയായിരുന്നു. പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ വിയോഗം നമ്മെയും നമ്മുടെ നാടിനെയും മദ്രസയെയും വളരെ വിഷമത്തിലാക്കുകയുണ്ടായി. അല്ലാഹു തആല അവർക്കും മഗ്ഫിറത്തും റഹ്മത്തും നൽകട്ടെ. അവരെയും നമ്മെയും അല്ലാഹു നാളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ തൗഫീഖ് ചെയ്യട്ടെ. അതുപോലെ കുന്നത്ത് ഇർഷാദ്, നമ്മുടെ അമീർ ഹംസ, അതുപോലെ പറഞ്ഞ കുന്നത്ത് ഇർഷാദ്, അല്ലാഹു അവർക്കൊക്കെയും മഗ്ഫിറത്തും റഹ്മത്തും നൽകട്ടെ. അവരുടെ ബർസഖിയ ജീവിതം അല്ലാഹു സന്തോഷത്തിലും ആനന്ദത്തിലുമായി കൊടുക്കട്ടെ. എല്ലാവരെയും അനുസ്മരിക്കണം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഇന്നത്തെ മനുഷ്യകുലം, ആധുനിക മനുഷ്യ സമൂഹം വളരെ ഭീതിജനകമായ ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് നമുക്കറിയാം. മനുഷ്യനായി പിറന്ന ഒരാൾ എവിടെയുണ്ടോ അവിടെയൊക്കെയും ഈ ഒരേ ഒരു പ്രതിസന്ധി, ഭീതി അവനെ പിടികൂടിയിരിക്കുകയാണ്. COVID-19 എന്നൊരു പേര് പറഞ്ഞാലും ശരി, അള്ളാഹുവിൻ്റെ പരീക്ഷണം അള്ളാഹു ഇറക്കിയത് മനുഷ്യ സമൂഹത്തിലേക്ക് ഒരു പാഠമാകാൻ വേണ്ടിയാണ്. പക്ഷെ മനുഷ്യർ അതെല്ലാം അഹങ്കാരിയായി കൊണ്ടേയിരിക്കുകയാണ്. അതിൻ്റെ പ്രതിവിധികൾ, ഭൗതികമായ പ്രതിവിധികൾ മാത്രമാണ് അതിനെ അവർ തേടിക്കൊണ്ടിരിക്കുന്നതെങ്കിലും സർവശക്തനായ സൃഷ്ടാവിൻ്റെ പരീക്ഷണമാണ് എന്ന് ചിന്തിക്കാൻ മനുഷ്യനിക്ക് കഴിയുന്നില്ല. അള്ളാഹുവിലേക്ക് മടങ്ങുക എന്നതിന് പകരം ആധുനികമായി അതിനെന്തൊക്കെ പ്രതിവിധി ചെയ്യാൻ കഴിയും എന്നാണ്. അള്ളാഹുവിലേക്ക് അടുക്കുകയും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകൾ പതിവാക്കുകയും ചെയ്തുകൊണ്ടിരിക്കുക എന്ന കാര്യത്തെക്കുറിച്ച് മനുഷ്യൻ ബോധവാന്മാരല്ല, അതിന് അലസരായിക്കൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവിൻ്റെ വിധി മനുഷ്യ സമൂഹത്തിലേക്ക് വരുന്നതിന് കാരണം മനുഷ്യരുടെ ചൈതികൾ കാരണത്താൽ തന്നെയാണ്. മനുഷ്യരുടെ കരങ്ങളാണ് അതിന് നിമിത്തമാകുന്നത് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മോട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹരി ബിമാ കസബത് അയ്ദിൻ നാസ്. ജനങ്ങളുടെ കരങ്ങളാണ്, ജനങ്ങളുടെ ചെയ്തികൾ കാരണമാണ് കരയിലും കടലിലും നാശങ്ങൾ ഉണ്ടാകുന്നത് എന്ന് വിശുദ്ധ ഖുർആൻ പറയുമ്പോൾ മനുഷ്യർ തൻ്റെ പ്രവർത്തനങ്ങളെ അല്ലാഹുവിന് പൊരുത്തപ്പെടാത്ത മാർഗത്തിൽ വിനിയോഗിക്കുന്നു എന്നതുകൊണ്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഏറ്റവും കരണീയമായിട്ടുള്ളത് അള്ളാഹുവിൻ്റെയും പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും കൽപ്പനകൾ അനുസരിക്കുകയും അവിടുന്ന് വിരോധിച്ച കാര്യങ്ങൾ വിരോധിക്കുകയും ചെയ്ത് പരമാവധി ജീവിതത്തിൽ സൂക്ഷ്മത പുലർത്തി തിരുസുന്നത്തുകൾ പതിവാക്കിക്കൊണ്ട് ജീവിക്കുക. അതിലാണ് നമുക്ക് മോക്ഷം
ഈ ലോകത്തല്ലെങ്കിൽ പരലോകത്തെങ്കിലും നമുക്ക് വിജയിക്കാൻ അതുവഴി സാധിക്കും. അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് സർവ്വവിധ ആശംസകളും നേരുന്നു, അഭിവാദ്യങ്ങൾ നേരുന്നു. അള്ളാഹു തആല നമ്മിൽ നിന്ന് എല്ലാം സ്വീകരിക്കുമാറാവട്ടെ. അതിനുവേണ്ടി പ്രവർത്തിച്ച, സഹായിച്ച, സഹകരിച്ച എല്ലാവർക്കും അള്ളാഹു രണ്ട് ലോകത്തും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിച്ചു നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹബിഹിൽ ഫായിസീന ബിറളില്ലാഹി അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. സദഖല്ലാഹുൽ അലിയ്യുൽ അദീം. ആദരണീയരായ അധ്യക്ഷൻ പ്രസിഡന്റ് അബ്ദുറഹ്മാൻ ഹാജി, ഉദ്ഘാടകൻ ബഹുമാനപ്പെട്ട സയ്യിദ് അവർകൾ, ബഹുമാനപ്പെട്ട സദർ ഉസ്താദ്, മറ്റ് ഉസ്താദുമാരെ, രക്ഷിതാക്കളെ, പ്രിയമുള്ള വിദ്യാർത്ഥിനികളെ, മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹത്തായ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ ഈ വേളയിൽ എല്ലാ വർഷവും ആഘോഷിക്കുന്നത് പോലെ പരിമിതികൾക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് നമ്മൾ ഈ ഒരു ദിനം സമുചിതമായി ആഘോഷിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ പ്രവർത്തനങ്ങൾ സ്വീകരിക്കട്ടെ. അത് കാരണം നാളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം നാളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ നമുക്ക് അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. നബിദിനാഘോഷത്തെക്കുറിച്ചും അതിൻ്റെ പ്രത്യേകതകളും ശ്രേഷ്ഠതകളും മറ്റു കാര്യങ്ങളും, അതുപോലെ ഇൽമിൻ്റെ ശ്രേഷ്ഠതയും മറ്റു കാര്യങ്ങളൊക്കെ ഉദ്ഘാടകനും മറ്റു പ്രഭാഷകരും ഒക്കെ പറഞ്ഞതിനാൽ ആ ഒരു കാര്യത്തിലേക്ക് കടക്കുന്നില്ല. നമ്മെ സംബന്ധിച്ചിടത്തോളം ഇന്ന് രക്ഷിതാക്കളോട് പറയാനുള്ളത്, മദ്രസകളും സ്കൂളുകളും സ്ഥാപനങ്ങളും അടഞ്ഞ് കിടക്കുകയാണ് മാസങ്ങളായി. നമ്മുടെ മക്കൾ രക്ഷിതാക്കളുടെ കയ്യിലാണിള്ളത്. സാധാരണഗതിയിൽ കുറഞ്ഞ സമയം വീട്ടിൽ കിട്ടുന്ന മക്കൾ ഇപ്പോൾ 24 മണിക്കൂറും നമ്മുടെ മക്കൾ രക്ഷിതാക്കളുടെ മുന്നിലാണുള്ളത്. അതുകൊണ്ട് തന്നെ അവരെ തർബിയത്ത് ചെയ്യാൻ, ശിക്ഷണം നൽകാൻ ഏറ്റവും പറ്റിയ സമയം ഇതാണ്. പക്ഷേ പല രക്ഷിതാക്കളുടെയും പ്രശ്നവും അത് തന്നെയാണ്. മക്കളെ എല്ലാ സമയം വീട്ടിൽ കിട്ടുമ്പോൾ അവരെ പിടിച്ച ഇതിലേക്ക് കിട്ടുന്നില്ല എന്ന ഒരു പരാതി, പ്രശ്നങ്ങളാണ് ഉള്ളത്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഇന്നുള്ള ഈ പ്രതിസന്ധി തീരുകയും വിദ്യാലയങ്ങൾ, മറ്റ് കലാലയങ്ങൾ, സ്ഥാപനങ്ങളൊക്കെ തുറക്കുന്നതോടുകൂടി നമ്മുടെ മക്കൾ മറ്റൊരു തലത്തിലേക്ക് മാറുമോ എന്ന ഒരു ആശങ്കയാണ് നമ്മുടെ മുന്നിലുള്ളത്. അതുകൊണ്ട് രക്ഷിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, അവരെ ഓരോ ദിവസവും എഴുന്നേൽപ്പിക്കുന്നത്, നിസ്കാരത്തിൻ്റെയും മറ്റു കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്തില്ല എങ്കിൽ വരുന്ന ഒരു തലമുറയുടെ ആത്മീയമായ പുരോഗതി തടസ്സപ്പെടാനുള്ള എല്ലാ സാധ്യതകളും നമ്മുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട രക്ഷിതാക്കൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു കാര്യത്തിലാണെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ മഹത്തായ ജന്മദിന ആഘോഷ പരിപാടികൾക്ക് എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ സ്വീകരിക്കട്ടെ. സ്ഥാപനത്തെ സഹായിക്കുന്നവർക്ക് അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. അവർക്കുള്ള പ്രയാസങ്ങൾ റബ്ബ് നീക്കി കൊടുക്കട്ടെ. അവിടെ കച്ചവടങ്ങളിൽ, ജോലിയിൽ, കുടുംബങ്ങളിൽ എല്ലാ വിധത്തിലുമുള്ള പ്രയാസങ്ങൾ നീക്കി സമാധാനം നൽകി അനുഗ്രഹിക്കട്ടെ. ആഫിയത്തും ഇസ്സത്തും സലാമത്തും നൽകി അനുഗ്രഹിക്കട്ടെ. രോഗികൾക്ക് ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ. മരണപ്പെട്ടവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين. വേദിയിൽ ഉപവിഷ്ടരായ ബഹുമാന്യ വ്യക്തിത്വങ്ങളെ, ശബ്ദം ശ്രവിക്കുന്ന പ്രവാചക പ്രേമികൾ, നമ്മൾ ഇന്ന് ഒരുമിച്ച് കൂടിയതിൻ്റെ ഉദ്ദേശ്യം നമുക്കെല്ലാം അറിയാം.
ഈ ലോകം പടക്കാൻ തന്നെ കാരണക്കാരായ പ്രവാചക പ്രഭു സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം വിപുലമായി നമ്മൾ ആഘോഷിക്കുകയാണ്. അള്ളാഹു അവൻ്റെ പരീക്ഷണം ഈ നൂറ്റാണ്ടിൻ്റെ ഒരറ്റത്ത് നമുക്ക് തന്നിരിക്കുകയാണ്. അപ്പോൾ പ്രതിസന്ധികൾ മുഴുക്കെ തന്നിട്ടും പ്രവാചകനെ സ്മരിക്കുക എന്നുള്ള നമ്മുടെ കർത്തവ്യം ഭംഗിയായി നമ്മൾ നിർവഹിക്കാൻ ശ്രമിക്കുകയാണ്. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. ഈ സന്ദർഭത്തിൽ പ്രവാചക പ്രേമം ദിവസവും ഓരോ സമയവും നമ്മിൽ നിന്ന് ഒഴുകി വരേണ്ടതുണ്ട്. അങ്ങനെ അല്ലാത്ത ഒരു മനുഷ്യൻ യഥാർത്ഥ മുഅ്മിനാവുകയില്ല എന്ന് നമ്മൾ ആയത്തുകളിലൂടെ ഹദീസുകളിലൂടെ വ്യക്തമായി മനസ്സിലാക്കിയിട്ടുണ്ട്. ആ കാര്യങ്ങൾ മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് യഥാർത്ഥ മുഅ്മിനായി പ്രവാചക പ്രേമിയായി ജീവിച്ച് പ്രവാചകനെ കണ്ടുകൊണ്ട് സ്വർഗം പോകാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടിയുമായി സഹകരിച്ച എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ. മരണപ്പെട്ടു പോയവരുടെ അവരുടെ അള്ളാഹു ഇതിൻ്റെ ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ട് സ്വർഗീയ പൂങ്കാവനമാക്കി കൊടുക്കട്ടെ. നമ്മൾ പ്രവാചകരോട് കാണിക്കുന്ന സ്നേഹം കൊണ്ട് അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ ശഫാഅത്ത് ലഭിക്കുന്നവരിൽ നമ്മെ എല്ലാവരെയും അള്ളാഹു ഉൾപ്പെടുത്തട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.